So once again, welcome back to the session, everyone. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. സോ ഫസ്റ്റ് ഡേ ഓഫ് ദി സെഷൻ വി വർ ഡിസ്കസിങ് അബൌട്ട് ദ ഏരിയ ഓഫ് ഓഡിറ്റ് റിസ്ക് ആൻഡ് ഫോളോഡ് ബൈ ദാറ്റ് നമ്മൾ ഇന്റേണൽ കൺട്രോൾസിൻ്റെ ഏരിയാസ് റിവൈസ് ചെയ്തു. അതിനുശേഷം സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ടുള്ളത് ഇൻ ടോട്ടൽ 4 ടോപ്പിക്സിന് മേലെയാണ്. സോ വി ആർ ഗോയിങ് ടു റിവൈസ് ദ ഏരിയ ഓഫ് എത്തിക്സ്, ദെൻ റിപ്പോർട്ടിംഗ്, ദെൻ നമുക്ക് അതേപോലെ തന്നെ കോർപ്പറേറ്റ് ഗവർണൻസ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, ആൻഡ് ഫൈനലി ക്വാളിറ്റി മാനേജ്മെൻറ്റും ചെയ്യാനായിട്ടുണ്ട്. സോ ഇങ്ങനെ 4 ഏരിയാസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. സോ അപ്പോൾ നമുക്ക് ഡയറക്ട്ലി സ്റ്റാർട്ട് ചെയ്യാം. സോ വി ആർ ഗോണ സ്റ്റാർട്ട് വിത്ത് ദ ഏരിയ ഓഫ് എത്തിക്സ്. സോ ബേസിക്കലി എത്തിക്സിൻ്റെ ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു ഫണ്ടമെൻ്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ എത്തിക്സിനെ എഫക്റ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള ത്രെഡ്സിനെ കുറിച്ചിട്ടും. അവിടെ നമ്മൾ പറഞ്ഞു ബേസിക്കലി there are 5 fundamental ethical principles that need to be complied by an ACCA member. സോ അവിടെ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? നമ്മൾ പറഞ്ഞു ഇൻറ്റഗ്രിറ്റി ഉണ്ട്, ഒബ്ജക്റ്റിവിറ്റി ഉണ്ട്, കോമ്പീറ്റൻസ് ഉണ്ട്, അതേപോലെ തന്നെ കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടാവും, പ്രൊഫഷണൽ ബിഹേവിയർ ഉണ്ടാവും. സോ ഔട്ട് ഓഫ് ഇറ്റ്സ് ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആസ് എ മെമ്പർ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം എന്ന് പറഞ്ഞു, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം, അതുപോലെ തന്നെ നമ്മൾ ഓണസ്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. നമ്മൾ എന്ത് തരത്തിലുള്ള പ്രൊഫഷണൽ അല്ലെങ്കിൽ ബിസിനസ് റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആവുന്ന സമയത്തും നമ്മൾ അവിടെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നുണ്ടാവുക. ദെൻ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു നമ്മൾ ബയാസ്ഡ് ആവാൻ പാടില്ല, അതായത് നമുക്ക് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുവഴി നമ്മൾ എടുക്കുന്ന ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ബിസിനസ് ജഡ്ജ്മെന്റ് ഒന്നും ഇൻഫ്ലുവൻസ്ഡ് ആവാൻ പാടില്ല എന്ന് പറയുന്നതായിരുന്നു ഒബ്ജക്റ്റിവിറ്റി. പ്രൊഫഷണൽ കോമ്പീറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആസ് ആൻ ACCA മെമ്പർ എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ നോളജ് എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് വെച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ എന്ത് തരത്തിലുള്ള സർവീസസ് ഓഫർ ചെയ്യുന്ന സമയത്തും ഏറ്റവും കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ സർവീസ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ വളരെ ഡെലിജൻ്റ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യുന്നുണ്ടാവണം. പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സും അതുപോലെ തന്നെ ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സും പ്രകാരം വേണം പ്രൊഫഷണൽ സർവീസസ് ഡെലിവർ ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് പ്രൊഫഷണൽ കോമ്പീറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ. ഇനി കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളൊരു ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഇൻഫർമേഷൻ എന്ത് ചെയ്യാൻ പാടില്ല, തേർഡ് പാർട്ടിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല. അതായിരുന്നു ഒരെണ്ണം. 2 നമ്മൾ പറഞ്ഞു നമ്മളൊരു ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ നമ്മൾ ആ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്തത് അതർ ദാൻ ദാറ്റ് നമ്മൾ മറ്റൊരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനും പാടില്ല എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി ആയിരുന്നു. ദെൻ പ്രൊഫഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മൾ എല്ലാ ലോ ആൻഡ് റെഗുലേഷനും കംപ്ലൈ ചെയ്യുന്നുണ്ടാവണം. നമ്മുടെ പ്രൊഫഷണൽ ബോഡീനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. സോ ഇങ്ങനെ 5 ഫണ്ടമെന്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആയിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതിന് എഗനിസ്റ്റ് ആയിട്ട് ഏത് എത്തിക്കൽ ഇഷ്യൂസ് ആണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്നു ഒബ്ജക്റ്റിവിറ്റിക്ക് എഗനിസ്റ്റ് ആയിട്ടായിരിക്കും മെയിൻലി എത്തിക്കൽ ഇഷ്യൂസ് വരുന്നുണ്ടാവുക. പ്രൊഫഷണൽ ഇഷ്യൂസ് എന്ന് പറയുമ്പം അവിടെ ഇതിന് എഗനിസ്റ്റ് ആയിട്ട് വരുന്നത്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓഡിറ്റർ ഇപ്പോൾ ഡിസോണസ്റ്റ് ആയിട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിൽ ദാറ്റ് വിൽ ബി എഗനിസ്റ്റ് ഹിസ് ഇൻറ്റഗ്രിറ്റി. ഓഡിറ്റർ ബയാസ്ഡ് ആവുന്ന ഏത് സിറ്റുവേഷൻ വന്നാലും ഒബ്ജക്റ്റിവിറ്റിക്ക് എഗനിസ്റ്റ് ആയിട്ടായിരിക്കും. ഓഡിറ്റർക്ക് ലാക്ക് ഓഫ് നോളജ് ഉണ്ട് എന്ന് കാണിക്കുന്ന സിറ്റുവേഷൻസ് എല്ലാം പ്രൊഫഷണൽ കോമ്പറ്റൻസ് ഡ്യൂ കെയറിന് എഗനിസ്റ്റ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഓഡിറ്റർ ഒരു ക്ലയന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഏതെങ്കിലും തേർഡ് പാർട്ടിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് പറയുന്ന സാഹചര്യങ്ങളെല്ലാം കോൺഫിഡൻഷ്യാലിറ്റി ആയിരിക്കും അഫക്റ്റഡ് ആവുക. ആൻഡ് ഓഡിറ്റർ ലോ ആൻഡ് റെഗുലേഷൻസ് കംപ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവിടെ പ്രൊഫഷണൽ ബിഹേവിയർ ആയിരിക്കും അഫക്റ്റഡ് ആവുക. സോ ഇങ്ങനെയാണ് നമ്മൾ 5 എത്തിക്കൽ ത്രെഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. എത്തിക്കൽ ത്രെഡ്സ് അല്ല, നമ്മൾ ഫണ്ടമെന്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പലപ്പോഴും 5 മാർക്കിന് ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ഫണ്ടമെന്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു ചോദിക്കാം, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞു ചോദിക്കാം, ACCA കോഡ് ഓഫ് എത്തിക്സ് ആൻഡ് കണ്ടക്ട് എന്ന് പറഞ്ഞു ചോദിക്കാം. ഏത് ചോദിച്ചാലും സെയിം തന്നെയാണ്, എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആയിരിക്കും നമ്മൾ എഴുതേണ്ടി വരിക. ഇനി ത്രെഡ്സ് ടു പ്രൊഫഷണൽ എത്തിക്സ് നമ്മൾ പഠിച്ചു. അവിടെ തന്നെ നമ്മൾ ഫസ്റ്റ് പഠിച്ച ത്രെഡായിരുന്നു സെൽഫ് ഇൻട്രസ്റ്റഡ്. സോ ബേസിക്കലി സെൽഫ് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആസ് ആൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ വി ഷുഡ് ഓൾവേസ് ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു അവർ പ്രൊഫഷണൽ ഇൻട്രസ്റ്റ് ആൻഡ് വി ഷുഡ് നോട്ട് ഗീവ് എനി വാല്യൂ ടു ദ പേഴ്സണൽ ഇൻട്രസ്റ്റ്. പക്ഷേ ഇതിന് നേരെ തിരിച്ചു വരുന്ന കേസാണ് സെൽഫ് ഇൻട്രസ്റ്റഡ് എന്ന് വരുന്നത്, വിച്ച് മീൻസ് ഓഡിറ്ററായി നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക പ്രൊഫഷണൽ ഇൻട്രസ്റ്റിനേക്കാളും. അപ്പോൾ പ്രൊഫഷണൽ ഇൻട്രസ്റ്റിനേക്കാളും പേഴ്സണൽ ഇൻട്രസ്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും വരുന്ന ത്രെട്ടാണ് സെൽഫ് ഇൻട്രസ്റ്റഡ്. അവിടെ നമ്മൾ പറഞ്ഞു ഓഡിറ്ററായി നമ്മളും ക്ലയൻറ്റും തമ്മിൽ എന്തെങ്കിലും ഫാമിലി അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മൾ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. നമുക്ക് ക്ലയൻറ്റ് എന്തെങ്കിലും ഗിഫ്റ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി സർവീസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഫേവറബിൾ ആയിട്ടുള്ള കാര്യം ചെയ്തു കൊടുക്കും. ഓഡിറ്ററായി നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്തുനിന്ന് ഒരു ലോൺ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ലയൻറ്റ് നമ്മുടെ അടുത്തുനിന്ന് ഒരു ലോൺ എടുത്തിട്ടുണ്ട്, ബോത്ത് കേസിൽ ത്രെട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. ക്ലയൻറ്റിൻ്റെ ഫീസ് അൺപെയ്ഡ് ആയിട്ട് നിൽക്കുകയാണ് ഫോർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്, അങ്ങനെയാണെങ്കിൽ അവിടെ ത്രെട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്.
ക്ലയന്റ് നമുക്ക് തന്നേക്കുന്നത് ഒരു പെർസെൻറ്റേജ് ബേസിസിലുള്ള ഫീസാണ്. അപ്പോൾ എന്തിൻ്റെ ബേസിസിലാണ് പെർസെൻറ്റേജ് സെറ്റ് ചെയ്തേക്കുന്നത്? പ്രോഫിറ്റിൻ്റെ ബേസിസിലാണ് ഫീസ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് ഓവർ സ്റ്റേറ്റഡ് ആണെങ്കിലും കറക്റ്റ് ചെയ്യാൻ നമ്മൾ പറയൂല നമ്മൾ പറഞ്ഞു. ഹൈ പെർസെൻറ്റേജ് ഫീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു 2 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് ആയിട്ട് മോർ ദാൻ 15% വരെ ക്ലയന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഹൈ പെർസെൻറ്റേജ് ക്ലയന്റ്. ലോ ബോളിംഗ് നമ്മൾ പറഞ്ഞു ഇനീഷ്യലി ഫീസ് കുറച്ച് വെക്കുകയും ലേറ്റർ ഓൺ ഓഡിറ്റർ ക്വാളിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ലോ ബോളിംഗ് എന്ന് പറയാം. ഓഡിറ്ററായി നമ്മളാണ് ക്ലയന്റിന് ഏതെങ്കിലും സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. ക്ലയന്റിന്റെ അടുത്ത് നമുക്ക് ഷെയർസിൽ അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, നമ്മളും ക്ലയന്റും തമ്മിൽ എന്തെങ്കിലും ക്ലോസ് ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഓഡിറ്ററായിട്ട് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ക്ലയന്റിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ക്ലയന്റ് കമ്പനിയിലെ ഒരു പർട്ടിക്കുലർ പാർട്ണർ നമ്മുടെ ക്ലയന്റ് കമ്പനിയിലെ ഒരു പർട്ടിക്കുലർ ബോർഡ് ഓഫ് ഡയറക്ടർ നമ്മുടെ ഓഡിറ്റ് ഫേമിലെ പാർട്ണറാണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻസിലെല്ലാം എന്ത് വരും എന്ന് പറഞ്ഞു? സെൽഫ് ഇൻട്രസ്റ്റഡ് വരും എന്ന് പറഞ്ഞു. അതിന് ഇതിന് ഓരോന്നിനെയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരുന്നു, എന്തുകൊണ്ടാണ് അത് ത്രെട്ടായി മാറുന്നത് എന്നുള്ളത് അത് നോക്കുക. അതിന് സേഫ് ഗാർഡ്സ് നമ്മൾ പഠിച്ചിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞു ഫാമിലി അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് വരുന്ന കേസുകളിൽ ആരാണോ ഫാമിലി ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് അവരെ ടീമിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഗിഫ്റ്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി സർവീസസ് പൊളൈറ്റ്ലി നമുക്ക് ഡിക്ലൈൻ ചെയ്യാം. ലോൺസ് ആൻഡ് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ എൻഗേജ്മെന്റ് എടുക്കാൻ പാടില്ല. ഓവർ ഡ്യൂ ഫീസ് ഉണ്ടെങ്കിൽ അൺടിൽ ദ എമൗണ്ട് ഈസ് ക്ലിയർഡ് അല്ലെങ്കിൽ പെയ്ഡ് നമ്മൾ എൻഗേജ്മെന്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പാടില്ല. പെർസെൻറ്റേജ് അല്ലെങ്കിൽ കണ്ടിജന്റ് ഫീസ് അലൗഡ് അല്ല. ഫീസ് ഷുഡ് ഓൾവേസ് ബി എ ഫിക്സ്ഡ് എമൗണ്ട് അല്ലെങ്കിൽ അവർലി റേറ്റിൽ ഫീസ് ഫിക്സ് ചെയ്യാം. ഹൈ പെർസെൻറ്റേജ് ഫീസ് ഉണ്ടാകുന്ന കേസിൽ എക്സ്റ്റേണൽ റിവ്യൂറെ വെച്ച് വർക്ക് റിവ്യൂ ചെയ്യിക്കണം. ലോ ബോളിംഗ് അലൗഡ് അല്ല. റിക്രൂട്ട്മെന്റ് സർവീസസ് ചെയ്തു കൊടുക്കാൻ പാടില്ല, പൊളൈറ്റ്ലി ഡിക്ലൈൻ ചെയ്യണം. ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഹോൾ ഇൻട്രസ്റ്റ് ഡിസ്പോസ് ചെയ്താൽ മാത്രമേ ഓഡിറ്ററായിട്ട് ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. ദെൻ ക്ലോസ് ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ത്രെറ്റിന്റെ സിഗ്നിഫിക്കൻസ് കൂടുതലാണ്, എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ആരാണോ പ്രീവിയസ്ലി ക്ലയന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്നത് അവരെ ടീമിൽ നിന്ന് റിമൂവ് ചെയ്യുക. പാർട്ണർ ഓൺ ക്ലയന്റ് ബോർഡുള്ള കേസിൽ നമ്മൾ എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു സെൽഫ് ഇൻട്രസ്റ്റഡ് എന്ന് പറയാം. അപ്പോൾ എപ്പോഴും നോക്കി നോക്കുക സിനാരിക്കകത്ത് നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിനായിരിക്കും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ല, പേഴ്സണൽ ഇൻട്രസ്റ്റിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക റാദർ ദാൻ പ്രൊഫഷണൽ ഇൻട്രസ്റ്റ് ആസ് എൻ ഓഡിറ്റ്. അപ്പോഴാണ് സെൽഫ് ഇൻട്രസ്റ്റഡ് വരുന്നുണ്ടാവുക. ഇനി വെൻ ഇറ്റ് കംസ് ടു സെൽഫ് റിവ്യൂ ത്രെഡ്, അവിടെ വരുന്നൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തൊരു വർക്ക് നമ്മൾ തന്നെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന ത്രെട്ടാണ് സെൽഫ് റിവ്യൂ ത്രെഡ്. സോ ബേസിക്കലി സെൽഫ് റിവ്യൂ ത്രെഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവിടെ നോക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഡിറ്ററായി നമ്മൾ ക്ലയന്റിന് എന്തെങ്കിലും സർവീസ് ഓൾറെഡി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ് നമ്മൾ ക്ലയന്റിന് ഓൾറെഡി എന്തെങ്കിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ക്ലയന്റിന് ഓൾറെഡി ചെയ്ത് കൊടുത്ത ഒരു ഫിനാൻഷ്യൽ സർവീസ് അത് ഓഡിറ്ററായി നമ്മൾ തന്നെയാണ് റിവ്യൂ ചെയ്യാൻ വേണ്ടി റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ലോജിക്കലി നമ്മൾ ഓൾറെഡി പെർഫോം ചെയ്ത വർക്കിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ നമ്മൾ വില്ലിങ് ആവോ? ഇല്ല. കാരണം ഓട്ടോമാറ്റിക്കലി എന്താവും? നമ്മുടെ ക്രെഡിബിലിറ്റി അഫക്റ്റഡ് ആവും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ചെയ്ത വർക്കിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നമ്മൾ മിണ്ടാതിരിക്കും. വി വിൽ നോട്ട് റിപ്പോർട്ട് ദാറ്റ്. അപ്പോൾ ഉണ്ടാകുന്ന ത്രെട്ടാണ് സെൽഫ് റിവ്യൂ ത്രെഡ്. അപ്പോൾ അവിടെ എന്ത് തരത്തിലുള്ള ഫിനാൻസ് റിലേറ്റഡ് സർവീസ് ഓൾറെഡി നമ്മൾ ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞാലും സെൽഫ് റിവ്യൂ ത്രെഡ് പറയാം. അതായത് വാലുവേഷൻ സർവീസോ ടാക്സ് സർവീസോ ഇന്റേണൽ ഓഡിറ്റ് സർവീസോ കോർപ്പറേറ്റ് ഫിനാൻസോ അല്ലെങ്കിൽ റീസെന്റ് സർവീസ് വിത്ത് അഷുറൻസ് ക്ലയന്റോ പ്രിപ്പയറിംഗ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അങ്ങനെയുള്ള എന്ത് സർവീസ് ചെയ്ത് കൊടുത്താലും അവിടെ എന്ത് ത്രെട്ടായിരിക്കും വരിക? സെൽഫ് റിവ്യൂ ത്രെട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഇനി അവിടെയുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽഫ് റിവ്യൂ ത്രെട്ടിന്റെ കേസ് ഞാൻ പറഞ്ഞു അവിടെ രണ്ട് രീതിയിലാണ് റെസ്പോൺസ് വരിക. ലിസ്റ്റഡ് ക്ലയന്റിനും നോൺ ലിസ്റ്റഡ് ക്ലയന്റിനും സെപ്പറേറ്റ് ആയിരിക്കും. സെൽഫ് റിവ്യൂ ത്രെട്ടിന്റെ കേസിൽ നിങ്ങളുടെ അടുത്തൊരു സർവീസ് പുതിയതായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം നോക്കണം ക്ലയന്റ് ലിസ്റ്റഡ് ആണോ നോൺ ലിസ്റ്റഡ് ആണോ. ക്ലയന്റ് ലിസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പൊളൈറ്റ്ലി ഡിക്ലൈൻ ചെയ്യാൻ പറയണം. കാരണം അതർ ദാൻ ഓഡിറ്റ് സർവീസ് നമുക്ക് മറ്റൊരു സർവീസും കൊടുക്കാൻ പറ്റില്ല. ഇനി ക്ലയന്റ് നോൺ ലിസ്റ്റഡ് ആണ്, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതർ സർവീസസ് കൊടുക്കാം. ബട്ട് അവിടെ അതർ സർവീസസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് എൻഗേജ്മെന്റ് ടീം യൂസ് ചെയ്തിട്ട് വേണം അതർ സർവീസസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇതൊരു പുതിയ സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓഡിറ്ററായി നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ അവർ പുതിയതായിട്ടൊരു സർവീസ് ചെയ്ത് കൊടുക്കാമെന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു ലിസ്റ്റഡ് ആണെങ്കിൽ അതർ ദാൻ ഓഡിറ്റ് സർവീസ് വേറെ ഒന്നും ചെയ്ത് കൊടുക്കാൻ പാടില്ല. നോൺ ലിസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതർ സർവീസസ് ചെയ്ത് കൊടുക്കാം ബൈ യൂസിങ് സെപ്പറേറ്റ് എൻഗേജ്മെന്റ് ടീം. ഇനി അടുത്തത്, ഇൻ കേസ് എങ്ങാനും ഓൾറെഡി ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ, അപ്പം നിങ്ങളോട് പറയാണ് നിങ്ങളുടെ കൂടെ ഒരു ജൂനിയർ ഓഡിറ്റർ ഉണ്ടായിരുന്നു, അവർ ക്ലയന്റിന് എന്തോ ചെയ്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ലിസ്റ്റഡ് ആണെങ്കിലും നോൺ ലിസ്റ്റഡ് ആണെങ്കിലും ഓൾറെഡി ചെയ്ത് കൊടുത്തു പോയി കഴിഞ്ഞ് പിന്നെ നമുക്ക് അവിടെ വേറെ ആക്ഷൻ എടുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തായിരിക്കും? ആരാണോ വർക്ക് പെർഫോം ചെയ്ത് വി ഹാവ് ടു റിമൂവ് ദാറ്റ് ഇൻഡിവിജ്വൽ ഫ്രം ദ എൻഗേജ്മെന്റ് ടീം, എന്നിട്ട് ഒരു എക്സ്റ്റേണൽ റിവ്യൂറെ വെച്ച് വർക്ക് റിവ്യൂ ചെയ്യുക. അതായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു സർവീസ് റെൻഡർ ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാണോ സർവീസ് റെൻഡർ ചെയ്ത് അവരെ ടീമിൽ നിന്ന് റിമൂവ് ചെയ്യുക,
എന്നിട്ട് എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂറെ വെച്ച് വർക്ക് റിവ്യൂ ചെയ്യിക്കുക. അപ്പോൾ എപ്പോഴും ഓർത്ത് വെക്കുക, സെൽഫ് റിവ്യൂ ത്രെഡ് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ഓൾറെഡി സർവീസ് എന്തെങ്കിലും കൊടുത്തു അല്ലെങ്കിൽ കൊടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവിടെ സെൽഫ് റിവ്യൂ ത്രെഡ് വരുള്ളൂ. ഇനി അഡ്വക്കസി ത്രെഡ് എന്ന് പറയുന്ന സമയത്ത് ഓഡിറ്ററായി നമ്മൾ ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്ത് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രം വരുന്ന ത്രെഡാണ് അഡ്വക്കസി ത്രെഡ്. സോ നമ്മൾ ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്ത് വൺസ് ഒരു കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലയന്റിന് എഗനിസ്റ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റാണ്ട് വരും. അപ്പോൾ ഓൾറെഡി ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്ത് ഓഡിറ്റർ പോയി എവിടെയെങ്കിലും സംസാരിച്ചു എന്ന് പറഞ്ഞാൽ മാത്രമേ അവിടെ എന്ത് വരുള്ളൂ, അഡ്വക്കസി ത്രെഡ് വരുള്ളൂ. അവിടെ ലീഗൽ സർവീസ് ആവാം, കോർപ്പറേറ്റ് ഫിനാൻസിന് വേണ്ടിയിട്ടാവാം, എന്ത് തരത്തിലുള്ള സർവീസിന് വേണ്ടിയിലും ആവാം. സോ അറ്റ് എനി കേസ് ഓഡിറ്ററായി നമ്മൾ ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്ത് എവിടെയെങ്കിലും പോയി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം വരുന്ന ത്രെഡാണ് അഡ്വക്കസി ത്രെഡ്. ഇനി ഫെമിലിയാരിറ്റി അഡ്വക്കസി ത്രെഡിന്റെ കേസിൽ സേഫ് ഗാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്നു. ദർ ആർ നോ സ്പെസിഫിക് സേഫ് ഗാർഡ്സ് ടു ഓവർകം ദ അഡ്വക്കസി ത്രെഡ്. അപ്പോൾ അഡ്വക്കസി ത്രെഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദർ ഇസ് ഓൺലി വൺ ഓപ്ഷൻ ദാറ്റ് വി കൻ ഡു. നമ്മൾ എന്ത് ചെയ്യുക, എൻഗേജ്മെന്റിൽ നിന്ന് പൊളൈറ്റ്ലി ഡിക്ലൈൻ ചെയ്യുക. അതായത് എന്താണോ നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തേക്കുന്നത് റെപ്രസെന്റേഷൻ അത് പറ്റില്ല എന്നുള്ളത് തന്നെ പറയാം. ഇനി ഫെമിലിയാരിറ്റി ത്രെഡ് എന്ന് പറയുന്ന സമയത്ത് അവിടെ വരുന്ന സ്പെഷ്യാലിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതിനേക്കാളും കൂടുതൽ ഇവിടെ വരുന്ന വ്യത്യാസം നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നതാണ്. സെൽഫ് ഇൻട്രസ്റ്റിന് നമ്മൾ പറഞ്ഞ നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫെമിലിയാരിറ്റിക്കകത്ത് പേഴ്സണൽ ഇൻട്രസ്റ്റിനല്ല, അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവുക പേഴ്സണൽ റിലേഷൻഷിപ്പിനായിരിക്കും. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പിന് പുറമെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പും കൂടെ ക്ലയന്റുമായിട്ട് വരികയാണ്. സോ ക്ലയന്റുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ പുറത്ത് നമ്മൾ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ആ പേഴ്സണൽ റിലേഷൻഷിപ്പ് വരുന്ന കേസിലാണ് ഫെമിലിയാരിറ്റി ത്രെഡ് വരിക. അപ്പം ക്ലയന്റുമായിട്ട് ലോങ് ടേം റിലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ക്ലയന്റിന് നമ്മൾ റീസെന്റ് വേറെ എന്തെങ്കിലും സർവീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിന് മുന്നേ ക്ലയന്റിനോട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫാമിലി ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വരുമ്പോൾ ഒക്കെ എന്ത് വരും, ഫെമിലിയാരിറ്റി ത്രെഡ് വരും. ഇനി ഇന്റിമിഡേഷൻ ത്രെഡ് എന്ന് പറയുമ്പോൾ 3 സിറ്റുവേഷൻ നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു. കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ക്രിയേറ്റിംഗ് ലിമിറ്റേഷൻ ഇൻ ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ക്രിയേറ്റിംഗ് ലിമിറ്റേഷൻ ഇൻ ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. കൊയേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഭീഷണിപ്പെടുത്തുകയാണ്. ഓഡിറ്ററെ നമ്മൾ ക്ലയന്റിനെ ക്ലയന്റ് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നതിനാണ് കൊയേഷൻ എന്ന് പറയാം. ത്രെറ്റനിങ് ചെയ്യുന്നതിനെ. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് നമ്മുടെ മേലെ അതോറിറ്റി ഉള്ള ഒരാൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയാം. ക്രിയേറ്റിംഗ് ലിമിറ്റേഷൻ ഇൻ ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ക്ലയന്റ് നമ്മൾ മര്യാദയ്ക്ക് ഓഡിറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ലൈക്ക് ക്ലയന്റ് നമുക്ക് ഓഡിറ്റ് എവിഡൻസ് തരുന്നില്ല, എല്ലാ ഇൻഫർമേഷനിലേക്ക് ആക്സസ് തരുന്നില്ല, ഓഡിറ്ററായി നമുക്ക് കമ്പനിയുടെ ഫിനാൻസ് ഡയറക്ടറുമായിട്ടോ അല്ലെങ്കിൽ കമ്പനിയുടെ കീ മാനേജ്മെന്റ് പേഴ്സൺസുമായിട്ട് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ വരുന്ന കേസിലാണ് അവിടെയും ക്രിയേറ്റിംഗ് ലിമിറ്റേഷൻ ഇൻ ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ് വരുന്നത്. ആൻഡ് കൊയേഷൻ വന്നാലും അൺഡ്യൂ ഇൻഫ്ലുവൻസ് വന്നാലും ക്രിയേറ്റിംഗ് ലിമിറ്റേഷൻ ഇൻ ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാം വരുന്നത് തന്നെയായിരിക്കും ഇന്റിമിഡേഷൻ ത്രെഡ് ആയിരിക്കും. ഇങ്ങനെ 5 ത്രെഡ് ആയിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്റിമിഡേഷൻ ത്രെഡ് വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനേജ്മെന്റും ദോസ് ചാർജ് വിത്ത് ഗവൺമെന്റ്സുമായിട്ട് കാര്യം ഡിസ്കസ് ചെയ്യാം. ആൻഡ് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ പൊളൈറ്റ്ലി എൻഗേജ്മെന്റിൽ നിന്ന് റിസൈൻ ചെയ്യുക. ഇതായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇന്റിമിഡേഷൻ്റെ ഏറ്റവും ലാസ്റ്റുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എൻഗേജ്മെന്റിൽ നിന്ന് റിസൈൻ ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും. സോ ദീസ് ആർ ദ 5 എത്തിക്കൽ ത്രെഡ്സ്. നമ്മൾ പറഞ്ഞു സെൽഫ് ഇൻട്രസ്റ്റ് ത്രെഡ് ഉണ്ട്, സെൽഫ് റിവ്യൂ ത്രെഡ് ഉണ്ട്, അഡ്വക്കസി ത്രെഡ് ഉണ്ട്, ഫെമിലിയാരിറ്റി ത്രെഡ് ഉണ്ട്, ഇന്റിമിഡേഷൻ ത്രെഡ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും ഈസിലി ട്രേസ് ചെയ്യാൻ പറ്റുന്ന രണ്ടെണ്ണമാണ് സെൽഫ് റിവ്യൂവും അതേപോലെ തന്നെ അഡ്വക്കസിയും. കാരണം ക്ലയന്റിന് ഓൾറെഡി ഒരു വർക്ക് ചെയ്ത് കൊടുത്തു അല്ലെങ്കിൽ ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ മാത്രമേ സെൽഫ് റിവ്യൂ വരുള്ളൂ. നമ്മൾ ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്ത് എവിടെയെങ്കിലും സംസാരിച്ചു അല്ലെങ്കിൽ സംസാരിക്കാമോ എന്ന് ചോദിച്ചാൽ മാത്രമേ അഡ്വക്കസി വരുള്ളൂ. റിലേഷൻ വരുന്ന 3 ത്രെഡ് എന്ന് പറയുന്നത് സെൽഫ് ഇൻട്രസ്റ്റും ഫെമിലിയാരിറ്റിയും ഇന്റിമിഡേഷനുമാണ്. ഫാമിലി ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വരുമ്പോൾ ഈ 3 ത്രെഡും വരാം. പക്ഷെ അതെങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡ് ഫാമിലി ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് യൂസ് ചെയ്ത് നിങ്ങളെ പ്രഷറൈസ് ചെയ്താൽ മാത്രമേ അത് ഇന്റിമിഡേഷൻ ആവുള്ളൂ. ഫാമിലി ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് യൂസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ അഡ്വാൻറ്റേജ് കൂടെ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമേ അത് സെൽഫ് ഇൻട്രസ്റ്റ് ആവുള്ളൂ. മിയർ പരിചയത്തിന് പുറത്താണെങ്കിൽ മാത്രമാണ് ഫെമിലിയാരിറ്റി ത്രെഡ് വരിക. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ ഈ 5 ത്രെഡിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നുണ്ടാവുക. ഇനി ഇതിന് പുറമെ മാനേജ്മെന്റ് ത്രെഡ് എന്ന് പറഞ്ഞ ത്രെഡ് കൂടെ നമ്മൾ പഠിച്ചിരുന്നു. ഓഡിറ്ററായി നമ്മൾ മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്തെങ്കിലും നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന ത്രെഡാണ് മാനേജ്മെന്റ് ത്രെഡ്. സോ ഓഡിറ്ററായി നമ്മൾ മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അസ്യൂം ചെയ്താൽ മാത്രമേ എന്ത് വരുള്ളൂ, മാനേജ്മെന്റ് ത്രെഡ് വരത്തുള്ളൂ. ഇനി നമ്മൾ ഓൾട്ടർനേറ്റീവ്ലി മറ്റൊരു ത്രെഡിനെ കുറിച്ചും കൂടെ പറഞ്ഞിരുന്നു. ഓഡിറ്റിംഗ് മൾട്ടിപ്പിൾ എൻറ്റിറ്റീസ് ഇൻ എ കോമ്പീറ്റന്റ് മാർക്കറ്റ് ഓർ എൻറ്റിറ്റീസ് ദാറ്റ് ട്രേഡ് വിത്ത് ഈച്ച് അതർ. നമ്മളോട് സിനാരിക്കകത്ത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന സിറ്റുവേഷനും അതിന്റെ സേഫ് ഗാർഡ്സും ചോദിക്കും.
സോ ബേസിക്കലി നമുക്ക് ഡബിൾ എക്കകത്ത് പഠിക്കാനായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ എത്തിക്കൽ കേസ് എന്ന് പറയുന്നത്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യുന്ന ഒരു കമ്പനീനെ ഓഡിറ്റ് ചെയ്യാണ്. 2 കമ്പനീസിനെ നമ്മൾ തന്നെയാണ് ഓഡിറ്റ് ചെയ്യുന്നത്, അല്ലെ 2 കോമ്പറ്റീവ് കമ്പനീസിനെ നമ്മളാണ് ഓഡിറ്റ് ചെയ്യുന്നത്. ആ കേസ് പറയുമ്പോൾ മാത്രമാണ് ഓഡിറ്റിംഗ് മൾട്ടിപ്പിൾ എൻറ്റിറ്റീസ് ഇൻ എ കോമ്പീറ്റന്റ് മാർക്കറ്റ് എന്ന് പറയുന്ന കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ കേസ് നമുക്ക് ഡബിൾ എയുടെ എക്സാംസിന് വരിക. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഫസ്റ്റ് സേഫ് ഗാർഡ് ആയിട്ട് എടുക്കണം നമ്മൾ പറഞ്ഞിരുന്നു, ഏതൊക്കെ ക്ലയന്റ് ആണോ ഇവിടെ അഫക്റ്റഡ് ആവുന്നത് അവരെല്ലാവരും ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. അത് നമ്മൾ പറഞ്ഞു, വി മസ്റ്റ് നോട്ടിഫൈ ഓൾ ദി അഫക്റ്റഡ് ക്ലയന്റ് ഓഫ് ദി കോൺഫ്ലിക്ട് ആൻഡ് ഒബ്ടൈൻ ദെയർ കൺസെന്റ് ടു ആക്ട്. നമ്മൾ എല്ലാ ക്ലയന്റിന്റെയും കയ്യിൽ നിന്ന് കൺസെന്റ് ഒബ്ടൈൻ ചെയ്യണം, എന്നിട്ട് മാത്രമേ നമ്മൾ എൻഗേജ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. ഇനി അതിന് പുറമെ അഡീഷണൽ സേഫ് ഗാർഡ്സും കൂടി എടുക്കണം. ഇത്രയും അഡീഷണൽ സേഫ് ഗാർഡ്സ് ആണ് നമുക്ക് എടുക്കാൻ പറ്റുക. നോക്കിയേ, സെപ്പറേറ്റ് എൻഗേജ്മെന്റ് ടീം യൂസ് ചെയ്യണം. വി മസ്റ്റ് ടേക്ക് പ്രൊസീജിയേഴ്സ് ടു പ്രിവെന്റ് ആക്സസ് ടു ഇൻഫർമേഷൻ. കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെന്റ് എല്ലാ ടീം മെമ്പേഴ്സും സൈൻ ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ ഈ പറഞ്ഞ സേഫ് ഗാർഡ്സ് ഒക്കെ റെഗുലർലി ഒരു ഇൻഡിപെൻഡന്റ് പേഴ്സൺ റിവ്യൂ ചെയ്ത് പോകുന്നുണ്ടാവണം. ക്ലയന്റിന് ഇൻഡിപെൻഡൻസിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ വി മസ്റ്റ് ഗീവ് ദം ഇൻഡിപെൻഡൻസ് അഡ്വൈസ്. അത് നമ്മൾ പറഞ്ഞു, ഈ പറയുന്ന ഏതെങ്കിലും സേഫ് ഗാർഡ്സ് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എൻഗേജ്മെന്റിൽ നിന്ന് റിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ഡിക്ലൈൻ ചെയ്യണം. വൺ ഓർ മോർ കോൺഫ്ലിക്റ്റിംഗ് എൻഗേജ്മെന്റ്സ് എടുക്കാൻ പാടില്ല. ഇത്രയായിരുന്നു നമ്മൾ അവിടുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ ഓർത്ത് വെക്കുക, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചൊരു കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയണ്ടേ? ആദ്യമേ നമ്മൾ പറയാം, ദേ വിൽ ബി ത്രെഡ്സ് ടു ഒബ്ജക്ടിവിറ്റി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, വി മസ്റ്റ് നോട്ടിഫൈ ഓൾ ദി അഫക്റ്റഡ് ക്ലയന്റ്സ് ആൻഡ് ഒബ്ടൈൻ ദെയർ കൺസെന്റ്, ആൻഡ് ഫോളോഡ് ബൈ ദാറ്റ് we must use separate engagement team. There should be procedures to prevent access to information. Confidentiality agreement എല്ലാവരും സൈൻ ചെയ്യണം. ഈ പറയുന്ന സേഫ് ഗാർഡ്സ് ഓരോരുത്തരും ഇൻഡിപെൻഡന്റ് പേഴ്സൺ അപ്രോപ്രിയറ്റ്ലി റിവ്യൂ ചെയ്ത് പോകുന്നുണ്ടാവണം. ക്ലയന്റിന് ഇൻഡിപെൻഡൻസ് അഡ്വൈസ് കൊടുക്കുക. ഏതെങ്കിലും സേഫ് ഗാർഡ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എൻഗേജ്മെന്റ് ഡിക്ലൈൻ ചെയ്യണം, അല്ലെങ്കിൽ റിസൈൻ ചെയ്യണം. ഇത്രയായിരിക്കും നമുക്ക് സേഫ് ഗാർഡ്സ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റുക. ക്ലിയർ ആയോ? ഈസ് എ ക്ലിയർ എവരിവൺ? ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് എത്തിക്സിന്റെ ഏരിയ എന്നൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സോ എത്തിക്സിന്റെ ഏരിയസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ് റിവിഷൻ കിറ്റിനകത്തുള്ളത്. സോ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന പീച്ച് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്, പീച്ച്. സോ എവ്രി വൺ പ്ലീസ് ഡു വൺ തിങ്. ഈ പീച്ച് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചേക്കുന്ന റിക്വയർമെന്റ് നോക്കിയാൽ സി പാർട്ടിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് എങ്ങനെയാണ്, ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ 2 ethical issues which may affect independence of Apricot and Co. audit of Peach Company, and for each threat recommend an appropriate safeguard to reduce threats to acceptable level. നമ്മളോട് 2 എത്തിക്കൽ ത്രെട്ട് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത് ഈ പീച്ച് കമ്പനിയുടെ ഓഡിറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത്. ആൻഡ് ഓരോ ത്രെട്ടിനും വേണ്ടിയിട്ട് എന്തൊക്കെയാണ് സേഫ് ഗാർഡ്സ് എടുക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ എവ്രി വൺ പ്ലീസ് ഡു വൺ തിങ് നൗ, പ്ലീസ് ഗോ ത്രൂ ദിസ് സിനാരിയോ. എന്നിട്ട് ഇവിടെ എന്തൊക്കെ എത്തിക്കൽ ത്രെട്ട് ഉള്ളതെന്നുള്ളത് ഒന്ന് ട്രേസ് ചെയ്യുക. ആൻഡ് അവിടെ എന്തൊക്കെയാണ് സേഫ് ഗാർഡ്സ് എടുക്കാൻ പറ്റുന്നത് ഒന്ന് നോക്കി നോക്കിയേ. സോ പ്ലീസ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. സോ നോക്കിയേ, Peach Company has been an audit client of Apricot and Co. for the last 15 years. The audit staff of Apricot Company and the client staff of Peach Company has always enjoyed a meal together at the start of the final audit. Alan Edward, the managing director of Peach Company, has this year suggested that instead of a meal, all audit staff, client staff go away for the weekend to a luxury hotel at Peach Company's expense. Alan Edward had also suggested that current year audit fees is renegotiated to be based on percentage of Peach Company's net profit for the year. This year, for the first time, Apricot and Co. has been approached by Peach Company to help identify potential acquisition targets. Discussions are currently at the early stage and no work has been undertaken at present. The total fees in relation to the audit and other work would fall within the acceptable line with ACC Code of Ethics and Conduct. നമ്മളോട് എന്തൊക്കെ പറഞ്ഞേക്കുന്നത്, പീച്ച് കമ്പനി ആപ്രിക്കോട്ട് ആൻഡ് കോയുടെ ഓഡിറ്റ് ക്ലയന്റ് ആണെന്ന് പറഞ്ഞു ലാസ്റ്റ് 15 years ആയിട്ട്. ആൻഡ് ഓഡിറ്റ് സ്റ്റാഫ് ഓഫ് ആപ്രിക്കോട്ട് കമ്പനി അതുപോലെ തന്നെ ക്ലയന്റ് സ്റ്റാഫ് ഓഫ് പീച്ച് കമ്പനിക്ക് ഓൾറെഡി കുറെ മീല് കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കഴിക്കലുണ്ട് എന്ന് പറഞ്ഞു ഫൈനൽ ഓഡിറ്റിന് സമയത്ത്. ആൻഡ് അലൻ എഡ്വേർഡ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. ആൻഡ് അവർ സജസ്റ്റ് ചെയ്തു ഈ പ്രാവശ്യം മീല് വേണ്ട, പകരം എല്ലാവരും കൂടെ ഒരു ലക്ഷറി ഹോട്ടലിൽ കമ്പനിയുടെ ക്ലയന്റ് കമ്പനിയുടെ എക്സ്പെൻസിൽ പോവാമെന്ന്. ആൻഡ് അലൻ എഡ്വേർഡ് സജസ്റ്റ് ചെയ്തു കറന്റ് ഇയറിന്റെ ഓഡിറ്റ് ഫീസ് അവർക്ക് പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റിന്റെ ബേസിസ് വേണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം അവർ ആപ്രിക്കോട്ട് കമ്പനി അപ്രോച്ച് ചെയ്തേക്കാണ് പേജ് കമ്പനി അവർക്കൊരു അക്വിസിഷൻ ടാർഗറ്റിനെ കണ്ടുപിടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഡിസ്കഷൻസ് ഒക്കെ കറന്റ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫീസ് ഇൻ റിലേഷൻ ടു ഓഡിറ്റ് ആൻഡ് അതർ വർക്ക്സ് എല്ലാം
ACCA കോഡ് ഓഫ് എത്തിക്സ് ആൻഡ് കണ്ടക്ട് പ്രകാരമുള്ള ഫീ ലിമിറ്റ് താഴെ വരുള്ളൂ എന്ന് പറഞ്ഞു. ഇനി പറയും അവിടെ എന്തൊക്കെ എത്തിക്കൽ ത്രെഡ്സ് ഉള്ളത്? നമ്മുടെ സിനാരിക്കകത്ത് ഏതൊക്കെ കേസിലാണ് എത്തിക്കൽ ത്രെഡ്സ് വരിക? എന്തൊക്കെ എത്തിക്കൽ ത്രെഡ്സ് ഉള്ളത്? ഓവർ ദ മൈക്ക് പറയും എല്ലാവരും. അഡ്വക്കേസി ത്രെട്ട് ഉണ്ട്. എവിടെ? പൊട്ടൻഷ്യൽ അക്വിസിഷൻ ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവർ പൊട്ടൻഷ്യൽ അക്വിസിഷൻ ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ ഈ ഒരു പൊട്ടൻഷ്യൽ അക്വിസിഷൻ ടാർഗറ്റിനെ നമുക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു കൊടുക്കാൻ പോകാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അവിടെ എന്തൊക്കെ ത്രെട്ട് ആയിരിക്കും വരിക? അഡ്വക്കസി ത്രെട്ട് ഡെഫിനറ്റ്ലി വരും. കാരണം നമ്മൾ കമ്പനീനെ കണ്ടുപിടിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? നമ്മൾ ഈ ക്ലൈന്റിനെ റെപ്രസെന്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അവർക്ക് വേണ്ടി ഒരു ടാർഗറ്റിനെ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ അവിടെ അഡ്വക്കസി ത്രെട്ട് വരും ഡെഫിനറ്റ്ലി. ഇനി അതിന് പുറമെ വേറെ ഏതെങ്കിലും ത്രെട്ട് വരുമോ? അഡ്വക്കസി മാത്രമേ വരുള്ളൂ? സെൽഫ് ഇൻട്രസ്റ്റ് എങ്ങനെ വരിക? ഓഡിറ്റ് ഫീ നടത്തുന്നത് പ്രോഫിറ്റിന്റെ മേലെയാണെന്നുണ്ടെങ്കിൽ ഇല്ല, അത് വേറെ തന്നെയല്ല. ഞാൻ ചോദിക്കുന്നത് അക്വിസിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. സെൽഫ് റിവ്യൂ ത്രെട്ട് വരാം. സെൽഫ് റിവ്യൂ ത്രെട്ട് എന്തുകൊണ്ടാ വരുന്നത്? നമ്മളവിടെ എക്സ്ട്രാ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ ഈ കമ്പനി അക്വിസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ഇയർ ഓഡിറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ അക്വിസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് പ്രോപ്പർ ആയിരുന്നു എന്ന് നോക്കേണ്ടത് ആരായിരിക്കും? ഓഡിറ്ററായി നമ്മളായിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാൻ വില്ലിങ് ആവുമോ? ഇല്ല. അപ്പം അവിടെ നമുക്ക് എന്തൊക്കെ ത്രെട്ട് പറയാം? സെൽഫ് റിവ്യൂ ത്രെട്ടും വരും, അതേപോലെ തന്നെ അഡ്വക്കസി ത്രെട്ടും വരും എന്ന് പറയാം. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ അതെങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? നിങ്ങൾ പറയാം, Apricot & Co has been approached by Pete's company to help them to assist in identification of the acquisition target. Therefore, providing additional service other than audit services will result in advocacy threat and self-review threat. എന്നിട്ട് രണ്ട് കേസും പറയാം. The advocacy threat will be created as the auditor will need to represent the client company in finding the acquisition targets. In addition to which, when we assist them in acquiring another entity, this will affect the upcoming year's audit, as the auditor's work will be reflected in the next year's financial statements. Any mistakes in the work will not be reported by the auditor due to their personal interest, resulting in self-review threat. ഇനി ഇതിനു വേണ്ടി കൊടുക്കാൻ വരുന്ന സേഫ് ഗാർഡ് എന്തായിരിക്കും? സേഫ് ഗാർഡ് എഴുതുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം എന്ത് നോക്കണം? ഇവിടെ നമ്മൾ നോക്കുക ലിസ്റ്റഡ് ക്ലൈന്റ് ആണോ നോൺ ലിസ്റ്റഡ് ക്ലൈന്റ് ആണോ നോക്കുക. ആസ് ഓഫ് നൗ നമ്മളോട് ഇവിടെ ലിസ്റ്റഡ് ആണെന്നോ നോൺ ലിസ്റ്റഡ് ആണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ, അപ്പം കൺസിഡറിങ് ഇറ്റ് ഈസ് നോൺ ലിസ്റ്റഡ്, നമുക്ക് അവിടെ എന്തായിരിക്കും പറയാൻ പറ്റുക? ലോൺ ലിസ്റ്റഡ് ആണ് നമുക്ക് എന്തായിരിക്കും പറയാൻ പറ്റുക? സെപ്പറേറ്റ് ടീമിനെ വെച്ചിട്ട് ചെയ്യാൻ പറയാം. പക്ഷെ നിങ്ങൾ അതിന് മുന്നേ ആദ്യം എന്ത് പറയണം? അഡ്വക്കസി ത്രെട്ട് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയണം. അതായത് നമ്മൾ ക്ലൈന്റിനെ റെപ്രസെന്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. നമ്മൾ അവിടെ പറയേണ്ടത് എന്താ? ഓഡിറ്റർ ആഡിക്വേറ്റ് സേഫ് ഗാർഡ്സ് എടുക്കണം, അഡ്വക്കസി ത്രെട്ട് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് എൻഗേജ്മെന്റ് ടീം യൂസ് ചെയ്ത് സർവീസ് ഓഫർ ചെയ്യാം എന്ന് പറയാം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് പറയാ? Apricot & Company should consider maintaining adequate safeguards to reduce the possibilities of having advocacy threat, and auditor should consider providing the additional service by using separate engagement team, and any member involved in the audit services should not be involved in providing additional services. Clear ayo? Is that clear everyone? Yes, sir. Okay, അടുത്ത ഇഷ്യൂ എന്താ? വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഇവിടെ? ലക്ഷറി ഹോട്ടലിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് പറയുന്നത്. അവർ പറയുന്നുണ്ട് അവരെല്ലാ പ്രാവശ്യവും മീലായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. മീല് നമ്മുടെ ക്ലയന്റിന്റെ കൂട്ടത്തിൽ ഒരു പ്രാവശ്യം അടുത്ത സ്റ്റാർട്ട് ഓഫ് ഓഡിറ്റ് കഴിച്ചു എന്ന് പറഞ്ഞ പ്രശ്നമുണ്ടോ? ഇല്ല. നമ്മളന്ന് പഠിച്ചിരുന്നു ട്രിവിയൽ ആയിട്ടുള്ളതാണെങ്കിൽ പ്രശ്നമില്ല, നമ്മുടെ ജഡ്ജ്മെന്റിനെ എഫക്ട് ചെയ്യുന്നതാണെങ്കിൽ മാത്രമേ ഇഷ്യൂ ഉള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമ്മളോട് പറയുന്നത് എന്താണ്? പക്ഷേ ഈ പ്രാവശ്യം അത് വേണ്ട, പകരം ഒരു ലക്ഷറി ഹോട്ടലിൽ ക്ലയന്റ് കമ്പനിയുടെ എക്സ്പെൻസിൽ പോകാന്നാണ് പറയുന്നത്. സോ അതെന്താണ്? അക്സെപ്റ്റിംഗ് എന്ത് സർവീസ് ആയത്?
ഹോസ്പിറ്റാലിറ്റി സർവീസ് ആണ്. സോ വെൻ വി അക്സെപ്റ്റ് എ ഹോസ്പിറ്റാലിറ്റി സർവീസ് വിച്ച് ഈസ് ഹാവിംഗ് ഹൈ വാല്യൂ, അവിടെ എന്ത് ത്രെട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ആയിരിക്കും ഉണ്ടാവുക? സെൽഫ് ഇൻട്രസ്റ്റ്. സെൽഫ് ഇൻട്രസ്റ്റ് വരും. ഈ കേസ് സെൽഫ് ഇൻട്രസ്റ്റ് മാത്രമാണ് വരിക. ഫെമിലിയാരിറ്റി ത്രെട്ടും വരും. കാരണം എന്താ? കാരണം നമ്മളെ മാത്രമാണ് അവർ ആ ഹോട്ടലിൽ വിടുന്നുണ്ടെങ്കിൽ എന്തേ വരുള്ളായിരുന്നു? സെൽഫ് ഇൻട്രസ്റ്റ് വരുള്ളായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ മാത്രമാണ് പോകുന്നത്? അല്ല, ഓൾ ഓഡിറ്റ് സ്റ്റാഫും ക്ലയന്റ് സ്റ്റാഫും കൂടെയാണ് പോകുന്നത്. അപ്പൊ നമ്മൾ അവർ തമ്മിൽ എന്തുണ്ടാവും? പേഴ്സണൽ റിലേഷൻ ഉണ്ടാവും. അപ്പൊ അത് കാരണം കൊണ്ട് എന്ത് സംഭവിക്കും? ഫെമിലിയാരിറ്റി ത്രെട്ടും വരും. അപ്പൊ നിങ്ങൾക്ക് അത് രണ്ടും പറയാം. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നിങ്ങൾ എങ്ങനെയായിരിക്കും പറഞ്ഞു വെക്കാം? The managing director of Peach Company has suggested for a weekend getaway at a luxury hotel at Peach Company's expense. This will result in familiarity threat and self-interested, as the auditor might have personal relationship with the client in addition to the professional relationship. Auditor might act in favor of client company and auditor will lose this objectivity. ഇനി അവിടെ കൊടുക്കാൻ പറ്റുന്ന സേഫ് ഗാർഡ് എന്തായിരിക്കും? ആ, നിങ്ങൾ എന്ത് പറയാം? ഓഡിറ്റർ ഷുഡ് ഡിസ്കസ് ദിസ് മാറ്റർ വിത്ത് നമുക്ക് ആരെയത് സജസ്റ്റ് ചെയ്തേക്കുന്നത്? മാനേജിംഗ് ഡയറക്ടർ അല്ലേ? അപ്പൊ നിങ്ങൾ പറയാം ഓഡിറ്റർ ഷുഡ് ഡിസ്കസ് ദിസ് മാറ്റർ വിത്ത് ദ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഷുഡ് ഇൻഫോം ദം that they will not be able to accept any hospitality service and it should be politely declined. In case if the auditor want to continue having meal together at the start of the audit, auditor can continue with that. Clear ആയോ? Okay. പിന്നെ വേറെന്താ ഇഷ്യൂ ഉള്ളത് ഫ്രം ദ സെയിം സിനാരിയോ? ഒറ്റ ഇഷ്യൂ. ഓഡിറ്റ് ഫീസ് അവര് റീനെഗോഷിയേറ്റ് ചെയ്തേക്കുന്ന എന്തിന്റെ ബേസിസിലാക്കി എന്നാ പറയുന്നത്? കമ്പനി പ്രോഫിറ്റ്. കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ബേസിസിലാക്കി എന്നാണ് പറയുന്നത്. നെറ്റ് പ്രോഫിറ്റിന്റെ ബേസിസിലാക്കി എന്നാണ് പറയുന്നത്. ഓഡിറ്റ് ഫീസ് നെറ്റ് പ്രോഫിറ്റിന്റെ ബേസിസ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. ഇല്ല. നമ്മൾ പറഞ്ഞായിരുന്നു ഓഡിറ്റ് ഫീസ് നെറ്റ് പ്രോഫിറ്റിന്റെ ബേസിസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? നെറ്റ് പ്രോഫിറ്റ് മിസ്സ്റ്റേറ്റഡ് ആണ് എന്നുണ്ടെങ്കിലും ഓഡിറ്റർ എന്ത് ചെയ്യും? അത് കറക്റ്റ് ചെയ്യാൻ പറയില്ല. കാരണം ഓട്ടോമാറ്റിക്കലി ഓഡിറ്ററിന്റെ റവന്യൂ അവിടെ എഫക്റ്റഡ് ആവും. അപ്പൊ അവിടെ എന്ത് ത്രെട്ടായിരിക്കും വരുന്നുണ്ടാവുക? സെൽഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. ആൻഡ് വാട്ട് ഷുഡ് ബി ദ സേഫ് ഗാർഡ്? എന്തായിരിക്കും സേഫ് ഗാർഡ് ആയിട്ട് എടുക്കാൻ പറ്റുക? ഓഡിറ്റ് ഫീസ് ഫിക്സഡ് ടൈംലി ബേസിസിലാക്കുക. അപ്പൊ നമ്മൾ എന്താ പറയാ? Auditor should discuss with those charged with governance and should inform them that the fees will not be based on net profit for the year. Instead, the fees should be a fixed amount, or alternatively, it will be charged on the basis of the hours spent by the auditor performing the audit engagement. Clear ആയോ? Okay. അപ്പൊ ഈ 3 എത്തിക്കൽ ത്രെട്ടും അതിന്റെ സേഫ് ഗാർഡ്സും ആണ് നമ്മളുള്ളത്. ഇതിനകത്ത് 3 എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഏതെങ്കിലും 2 എത്തിക്കൽ ത്രെഡ്സും സേഫ് ഗാർഡ്സും എഴുതിയാൽ മതി. അതേപോലെ തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ നമ്മൾ കുറേ സർവീസസ് ഇവർക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവർക്ക് കുറേ സർവീസസ് കൊടുക്കുന്ന കാരണം കൊണ്ട് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനകത്ത് അല്ലെങ്കിൽ അത് കണ്ടിരുന്നു, അത് ഹൈ പേഴ്സണേജ് ഫീസ് ആയിട്ട് വരും, സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞേക്കുന്നത്. അത് നമുക്ക് ഇവിടെ പറയാൻ പറ്റുമോ? കുറേ സർവീസസ് കൊടുക്കുന്ന കാരണം കൊണ്ട് ഹൈ പേഴ്സണേജ് ഫീസ് ആണ്, അവിടെ സെൽഫ് ഇൻട്രസ്റ്റ് വരും എന്നുള്ള പോയിന്റ് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? നമ്മളോട് അവർ സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ ഓഡിറ്റ് ഫീസ് എന്ന് പറയുന്നത് എന്തിന്റെ ബേസിസിലാണെന്ന്? ACCA കോഡ് ഓഫ് എത്തിക്സ് ആൻഡ് കണ്ടക്റ്റിന്റെ ബേസിസ് തന്നെയാണെന്ന്. അപ്പോൾ അതിനർത്ഥം എന്താ? ടോട്ടൽ ഓഡിറ്റ് ഫീസ് എക്സീഡ് ചെയ്തിട്ടില്ല എന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ എത്തിക്കൽ ത്രെട്ട് പറയാൻ പറ്റുമോ? ഇവിടെ പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ. So this is how you need to give answers in relation to the ethics part. Properly clear അല്ലേ എല്ലാവർക്കും? Okay? All right. ഇനി നമുക്ക് സോറി എഴുതുന്നതിന്റെ ഫോമാറ്റ് ഭയങ്കരമായ ഫോമാറ്റ് ആയിട്ട് നമുക്കില്ല. നമുക്ക് ചെയ്യാനായിട്ടുള്ള ഇത്രേ ഉള്ളൂ. ഐഡന്റിഫൈ ചെയ്യുക, ഏതാ ത്രെട്ട് എന്ന് പറയുക, എന്തുകൊണ്ട് ത്രെട്ടായെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. സേഫ് ഗാർഡ് നമ്മൾ എന്താണ് സേഫ് ഗാർഡ് പഠിച്ച സെയിം സേഫ് ഗാർഡ് തന്നെ കൊടുക്കുക. അത് എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ള ഓൺ വേർഡ്സിൽ എഴുതിയാൽ മതി. ത്രെഡ്സ് എഴുതുമ്പോൾ എപ്പോഴും ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫിക്കേഷൻ പാർട്ട് ഏതാ ത്രെട്ട് എന്ന് പറയുന്നത്? ദിസ് റെപ്രസെന്റ്സ് സെൽഫ് റിവ്യൂ ത്രെട്ടാണ്. സെൽഫ് റിവ്യൂ ത്രെട്ട് എന്ന് പറയാം. എന്തുകൊണ്ടാണ് ത്രെട്ടായെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. മനസ്സിലായോ? ഓക്കെ. ഇനി കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചിരുന്നു. സോ ബേസിക്കലി UK കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ പ്രിൻസിപ്പിൾ ബേസ്ഡ് അപ്രോച്ച്
whereby it's comply or explain. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് കംപ്ലൈ ചെയ്യാം, കോർപ്പറേറ്റ് ഗവർണൻസ് പ്രിൻസിപ്പിൾസ് കംപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി എന്തുകൊണ്ടാണ് കംപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം, കംപ്ലൈ ചെയ്യാത്തതെന്നുള്ള കാര്യം. അവിടെ ബേസിക് പ്രിൻസിപ്പിൾസ് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു പോയിരുന്നു. നമ്മൾ പറഞ്ഞു എല്ലാ കമ്പനിയും ഹെഡ് ചെയ്യേണ്ടത് ആരായിരിക്കണം, ഒരു ഇഫക്റ്റീവ് ബോർഡ് ആയിരിക്കണം, അവർ കമ്പനിയുടെ ലോങ് ടേം സക്സസ് ആയിരിക്കണം നോക്കുന്നുണ്ടാവുക. ദെൻ നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഒരു ക്ലിയർ ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവണം. ആരാണോ കമ്പനി റൺ ചെയ്യുന്നത് അവർ തന്നെ കമ്പനിയുടെ ബോർഡും റൺ ചെയ്യാൻ പാടില്ല. കമ്പനിയുടെ ബിസിനസ് റൺ ചെയ്യുന്ന ആരായിരിക്കണം എന്ന് പറഞ്ഞു, കമ്പനിയുടെ സിഇഒ ആയിരിക്കും കമ്പനിയുടെ ബിസിനസ് റൺ ചെയ്യുക. ബോർഡ് റൺ ചെയ്യുന്ന ആരായിരിക്കും, ചെയർമാൻ ആയിരിക്കും. സോ ചെയർമാൻ ആൻഡ് സിഇഒ ഷുഡ് നോട്ട് ബി ദ സെയിം പേഴ്സൺ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ചെയർമാന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ബോർഡിന്റെ ലീഡർഷിപ്പ് എൻഷുർ ചെയ്യുക, ഇഫക്റ്റീവ്നെസ് നോക്കുക എന്നുള്ളത്. ഒരു യൂണിറ്ററി ബോർഡാണ് എന്നുണ്ടെങ്കിൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന് പറഞ്ഞു, എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനെ ചലഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം, ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ഡീറ്റെയിൽസ് പഠിച്ചിരുന്നു. ദെൻ നമ്മൾ പറഞ്ഞു എല്ലാ ബോർഡും ബാലൻസ്ഡ് ആയിരിക്കണം, വിച്ച് മീൻസ് അവിടെ ഈക്വൽ നമ്പർ ഓഫ് എക്സിക്യൂട്ടീവ്സും നോൺ എക്സിക്യൂട്ടീവ്സും ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അവിടെ അവർക്ക് പ്രോപ്പർ സ്കിൽസ് ഉണ്ടാവണം, എക്സ്പീരിയൻസ്, ഇൻഡിപെൻഡൻസ്, നോളജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഓരോ ഡയറക്ടേഴ്സിനെയും ബോർഡിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഫോമൽ, റിഗറസ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് പ്രൊസീജിയേഴ്സ് വഴി മാത്രമേ പുതിയ ആളുകളെ അപ്പോയിന്റ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ഓരോ ഡയറക്ടേഴ്സിനും പ്രോപ്പർ ടൈം അലോക്കേറ്റ് ചെയ്യാൻ പറ്റണം അവരുടെ ഡ്യൂട്ടീസ് പ്രോപ്പർലി ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നമ്മൾ പറഞ്ഞു ഓരോ ഡയറക്ടേഴ്സും നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് ഇൻഡക്ഷൻ ട്രെയിനിങ് കൊടുക്കണം. എന്ന് വെച്ചാൽ എന്തായിരുന്നു, ഇൻട്രൊഡക്ടറി ട്രെയിനിങ് കൊടുക്കണം. അതുപോലെ തന്നെ അവരുടെ സ്കിൽസ് ആൻഡ് നോളജ് അപ് ടു ഡേറ്റ് ആക്കി വെച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബോർഡ് ടൈംലി മാനറിൽ തന്നെ നമ്മൾ പറഞ്ഞു അവരുടെ ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് സപ്ലൈ ചെയ്ത് കിട്ടുന്നുണ്ടാവണം. ആൻഡ് ആനുവൽ പെർഫോമൻസ് ഇവാലുവേഷൻ നമ്മൾ നടത്തണം എന്ന് പറഞ്ഞു. എല്ലാ വർഷവും ഡയറക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തുന്നുണ്ടാവണം. ഓഡിറ്റ് കമ്മിറ്റീസിൻ്റെ അല്ലെങ്കിൽ ബാക്കിയുള്ള കമ്മിറ്റീസിൻ്റെ ഇവാലുവേഷൻ നടത്തണം, ഇൻഡിവിജ്വൽ ഡയറക്ടേഴ്സിൻ്റെ ഇവാലുവേഷൻ നടത്തണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എല്ലാ ഡയറക്ടേഴ്സിനെയും റീ ഇലക്ഷൻ വേണ്ടിയിട്ട് നിർത്തണം. ആൻഡ് നമ്മൾ പറഞ്ഞു റീ ഇലക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന 2 years ആയിരിക്കും. അറ്റ് ദ എൻഡ് ഓഫ് 2 year പീരീഡ് അല്ലെങ്കിൽ 3rd year വെച്ച് തന്നെ നമ്മൾ റീ ഇലക്ഷൻ നടത്തുന്നുണ്ടാവണം, ഡയറക്ടേഴ്സിൻ്റെ പെർഫോമൻസ് സാറ്റിസ്ഫാക്ടറി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ പറഞ്ഞു കമ്പനിയുടെ ഡയറക്ടേഴ്സിന് അല്ലെങ്കിൽ ബോർഡിന് കമ്പനിയുടെ പൊസിഷനെ കുറിച്ചും കമ്പനിയുടെ ഡേ ടു ഡേ പ്രോസ്പെക്ട്സിനെ കുറിച്ചും പ്രോപ്പർ പിക്ചർ ഉണ്ടാവണം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് റിസ്ക് മാനേജ്മെന്റ് ആൻഡ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ദെൻ നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ കമ്പനിയുടെ ഓഡിറ്റേഴ്സുമായിട്ട് അപ്രോപ്രിയേറ്റ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും അവരുടെ ഡ്യൂട്ടിയാണ്. ഇനി റെമ്യൂണറേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷൻ നമ്മൾ എപ്പോഴും കമ്പനിയുടെ ലോങ് ടേം സക്സസിൻ്റെ ബേസിസിലായിരിക്കണം ഫിക്സ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു വളരെ ഫോമൽ പ്രൊസീജിയേഴ്സ് വഴി മാത്രമേ ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഒരു ഡയറക്ടർ പോലും അവരുടെ ഓൺ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യാൻ പാടില്ല. നമ്മൾ പറഞ്ഞു റെമ്യൂണറേഷൻ എപ്പോഴും ഫിക്സ് ചെയ്യുന്ന ആരായിരിക്കും, റെമ്യൂണറേഷൻ കമ്മിറ്റി ആയിരിക്കും റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ കമ്പനിയുടെ എല്ലാ ബോർഡിലെ മെമ്പേഴ്സിൻ്റെയും ഡ്യൂട്ടിയാണ് ഷെയർ ഹോൾഡേഴ്സുമായിട്ട് സാറ്റിസ്ഫാക്ടറി ഡയലോഗ്സ് ഷെയർ ചെയ്യുക എന്നുള്ളത്. സോ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് എന്തൊക്കെയാണോ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ ബോർഡിൻ്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ ആനുവൽ ജനറൽ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളും പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരുടെ പാർട്ടിസിപ്പേഷൻ എൻകറേജ് ചെയ്യുക എന്നുള്ളതും ടോട്ടൽ ബോർഡിൻ്റെ ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഡ്യൂട്ടീസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിന് പുറമെ നമ്മൾ പഠിച്ചു ബോർഡ് കമ്മിറ്റീസ്. നമ്മൾ പറഞ്ഞു ബോർഡ് കമ്മിറ്റീസ് എന്ന് പറയുന്ന സമയത്ത് ബേസിക്കലി അവിടെ 4 കമ്മിറ്റി ആയിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഓഡിറ്റ് കമ്മിറ്റി ഉണ്ട്, ദെൻ അതേപോലെ തന്നെ റെമ്യൂണറേഷൻ കമ്മിറ്റി ഉണ്ട്, ദെൻ റിസ്ക് കമ്മിറ്റി ഉണ്ട്, നോമിനേഷൻ കമ്മിറ്റി ഉണ്ട്. അവിടെ നമ്മൾ പറഞ്ഞു ഓഡിറ്റ് കമ്മിറ്റിയുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് നോക്കുക എന്നുള്ളതാണ്. ഓഡിറ്റ് കമ്മിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പഠിച്ചിരുന്നത്. നമ്മളവിടെ ഓഡിറ്റ് കമ്മിറ്റിയുടെ കോമ്പോസിഷൻ കാര്യങ്ങൾ പഠിച്ചിരുന്നു. നമ്മൾ പറഞ്ഞു ഓഡിറ്റ് കമ്മിറ്റിയിൽ മിനിമം 100% നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയിരിക്കും. അവിടെ തന്നെ 3 NEDs ആയിരിക്കണം വേണ്ടത്. അതിൽ 2 പേര് ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയിരിക്കണം ആൻഡ് ഒരാൾ എക്സ്പേർട്ട് ആയിരിക്കണം. റെമ്യൂണറേഷൻ കമ്മിറ്റിയിൽ 100% NED തന്നെ ആയിരിക്കും. റിസ്ക് കമ്മിറ്റിയിൽ മജോറിറ്റി നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആവണമെന്നേ ഉള്ളൂ. നോമിനേഷൻ കമ്മിറ്റിയിലും മജോറിറ്റി നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. റെമ്യൂണറേഷൻ കമ്മിറ്റി ആയിരുന്നു നമ്മൾ പറഞ്ഞു എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൻ്റെ സാലറി ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. റിസ്ക് കമ്മിറ്റി ആയിരിക്കും കമ്പനിയുടെ റിസ്ക് അസസ്മെന്റ് നടത്തുക. നോമിനേഷൻ കമ്മിറ്റി ആയിരിക്കും എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ടാവുക ബോർഡിലേക്ക്. ഇതായിരുന്നു 4 കമ്മിറ്റീസ് എന്ന് പറയുന്നത്.
ദെൻ ഓഡിറ്റ് കമ്മിറ്റിയുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നോക്കി വെക്കേണ്ടത് ഓഡിറ്റ് കമ്മിറ്റിയുടെ കോമ്പോസിഷൻ്റെ കേസാണ്. 3 പേരായിരിക്കണം മിനിമം ഉണ്ടാവേണ്ടത്. 2 പേര് ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയിരിക്കണം, ഒരാൾ ഫിനാൻഷ്യൽ എക്സ്പേർട്ട് ആയിരിക്കണം. ഇനി സ്മോൾ കമ്പനി ആണ് എന്ന് സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സ്മോൾ കമ്പനിയുടെ കേസ് മാത്രം അവിടെ എത്ര പേര് മതി, 2 നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് മതി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത്രയായിരുന്നു കോർപ്പറേറ്റ് ഗവർണൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് ബേസിക് ആയിട്ട് പഠിച്ചത്. ഇതിന് പുറമെ നമ്മൾ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഓഫ് ഓഡിറ്റ് കമ്മിറ്റി പഠിച്ചിരുന്നു, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഓഡിറ്റ് കമ്മിറ്റി പഠിച്ചിരുന്നു. ആ ഏരിയസ് ഒക്കെയും റിവൈസ് ചെയ്യാം. സോ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഡെഫിഷ്യൻസിയും റെക്കമെൻഡേഷൻസും തന്നെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. നമ്മളോട് സാധാരണ ഇന്റേണൽ കൺട്രോൾ ഡെഫിഷ്യൻസി ഒക്കെ ചോദിക്കുന്ന രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ ആലോചിച്ച് നോക്കുക, എന്നിട്ട് അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നോക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് നോക്കാം. ഡെയിലി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ നമുക്ക് കണ്ടിന്യൂവേഷൻ ആണ് ഇവിടെ ഉള്ളത്. നമ്മളോട് ഈ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചേക്കുന്ന ഡെഫിഷ്യൻസി ആൻഡ് റെക്കമെൻഡേഷൻ ആണ് കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒരു കാര്യം ചെയ്തേ, ഈ കേസ് ഇത്രയൊന്ന് വായിച്ചിട്ട് ഇവിടെ നിങ്ങളോട് ചോദിച്ചേക്കുന്ന 3 കോർപ്പറേറ്റ് ഗവർണൻസ് ഡെഫിഷ്യൻസീസും അതേപോലെ തന്നെ അതിൻ്റെ റെക്കമെൻഡേഷൻസും ആണ്. അപ്പം എന്തൊക്കെയാണ് കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഇവിടെ ഉള്ള ഡെഫിഷ്യൻസീസ്, അവിടെ എന്തൊക്കെ റെക്കമെൻഡേഷൻസ് കൊടുക്കാൻ പറ്റുന്നതെന്ന് പ്രോപ്പർലി വായിച്ചു നോക്കി. സോ പ്ലീസ് സ്റ്റാർട്ട് വിത്ത് ദിസ് ക്വസ്റ്റ്യൻ. സോ ഇനി ക്വസ്റ്റ്യൻ നോക്കി. ഡ്യൂറിംഗ് ദി ഇയർ ദ ചെയർ ഓഫ് ഡെയിലി കമ്പനി resigned due to his other commitments and Fred Johnson, who is the chief executive of the company, took over this role. Fred has recently written to all shareholders to inform them that any question or comments they may have could only be raised at the company's annual general meeting and that any other communication with the board is not possible. The executive director's remuneration is to be set by the remuneration committee. Non-executive directors is remuneration set by board and is based on pre-tax profit targets, which are agreed by the board at the start of each financial year. As the board is of the view that internal control environment is effective, audit committee has not been established. പറയും എന്തൊക്കെ ഇഷ്യൂസ് ആണ് ഇവിടെ ഉള്ളത്. നമ്മളോട് പറഞ്ഞേക്കുന്ന സിനാരിയോ എന്താ? ആദ്യമേ അവർ പറഞ്ഞു ചെയർ ഓഫ് ഡെയിലി കമ്പനി റിസൈൻ ചെയ്തു, വേറെ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ കാരണം കൊണ്ട്. സോ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആണ് ഈ റോളും പെർഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫ്രെഡ് റീസെന്റ് കമ്പനിയുടെ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഇൻഫോം ചെയ്തു എന്ന് പറഞ്ഞു. അതായത് കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ സമയത്ത് അല്ലാണ്ട് വേറെ ഒരു സമയത്തും കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഷെയർ ഹോൾഡേഴ്സിന് AGM സമയത്ത് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന് റെമ്യൂണറേഷൻ കമ്മിറ്റിയാണ് ഫിക്സ് ചെയ്യുന്നത്. നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന് റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്ന ബോർഡാണ്. ആൻഡ് അത് പ്രീ ടാക്സ് പ്രോഫിറ്റിന്റെ ബേസിസിലാണ് ഫിക്സ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബോർഡ് കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ ഇഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഓഡിറ്റ് കമ്മിറ്റി അവർ എന്ത് ചെയ്തിട്ടില്ല, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത്രയാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള ഇഷ്യൂസ് എന്തൊക്കെയായിരിക്കും? എന്തൊക്കെ ഇഷ്യൂസ് ആയിരിക്കും? ചെയറിന്റെ റോൾ എക്സിക്യൂട്ടീവ് CEO ആണ് ഇപ്പം. ഓക്കെ, ചെയർമാന്റെ റോൾ ഇവിടെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാണെന്ന് പറഞ്ഞു? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ്. സോ ഇസ് ദാറ്റ് ഫൈൻ? ഇല്ല, അൺറിസ്ട്രിക്റ്റഡ് പവേഴ്സ്. യെസ്, നമ്മൾ ഓൾറെഡി പഠിച്ചതായിരുന്നു. ചെയർമാൻ ആൻഡ് CEO ഷുഡ് നോട്ട് ബി ദ സെയിം പേഴ്സൺ. ദ പേഴ്സൺ ഹു റൺസ് എ കമ്പനീസ് ബിസിനസ് ഷുഡ് നോട്ട് ബി റെസ്പോൺസിബിൾ ഫോർ റണ്ണിങ് ദ ബോർഡ്. ഇഫ് ബോത്ത് ഹാവ് ബീൻ അണ്ടർ ദ സെയിം പേഴ്സൺ, അങ്ങനെയാണ് അവിടെ എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? അൺഫെറ്റഡ് പവേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നായിരുന്നു പറഞ്ഞത്. അൺഫെറ്റഡ് പവർ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? അൺഡിവൈഡഡ് പവേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അവർ കമ്പനിയുടെ ബോർഡ് ഇഫക്റ്റീവ്ലി റൺ ചെയ്യുന്നുണ്ടാവില്ല. ഇതായിരിക്കും അവിടെ ഉണ്ടാവുന്ന ഇഷ്യൂ. ഓക്കെ, അപ്പോൾ ഈ സെയിം പ്രോബ്ലം തന്നെ ആയിരിക്കും നമ്മൾ പറയേണ്ടത്. നമ്മൾ പറയാം ഡ്യൂറിംഗ് ദി ഇയർ ദി ചെയർമാൻ ഓഫ് ദി കമ്പനി റിസൈൻഡ് ആൻഡ് ഡ്യൂ ടു വിച്ച് ഫ്രെഡ് ജോൺസൺ have taken up the role, who is currently looking after both the company's business as well as the board. അവിടെ നമ്മൾ എന്ത് പറയാം? However, as per corporate governance code, if both the roles are being undertaken by a same person, there will be chances of having unfettered power of decision making and they will not run the board effectively, and there can be chances of having issues in relation to objectivity. ഇനി അവിടെ കൊടുക്കാൻ വരുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കും? പുതിയ ചെയർമാൻ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഇതായിരിക്കും. ദ ഫ്രെഡ് ജോൺസൺ ഷുഡ് ബി റിമൂവ്ഡ് ഫ്രം ദ റോൾ ഓഫ് ചെയർമാൻ ഓഫ് ദി കമ്പനി ആൻഡ് ഇൻസ്റ്റഡ് എ ന്യൂ ഇൻഡിപെൻഡന്റ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷുഡ് ബി അപ്പോയിന്റഡ് ടു ദ ചെയർമാൻസ് റോൾ. ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ഇഷ്യൂ എന്താ? പ്രീ ടാക്സ് പ്രോഫിറ്റിന്റെ ബേസിൽ പ്രീ ടാക്സ് പ്രോഫിറ്റ് ബേസിസിൽ ആർക്കാ സാലറി ഫിക്സ് ചെയ്തേക്കുന്നത്?
Non-executive. നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന് നമ്മൾ പറഞ്ഞായിരുന്നു അന്ന്, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന്റെ റെമ്യൂണറേഷൻ ഫിക്സ്ഡ് ആവണോ അതോ വേരിയബിൾ ആവണോ? വേരിയബിൾ ആണ്. വേരിയബിൾ ആണോ? അത് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന്റെ അല്ലായിരുന്നോ? Fixed. ആ, ഫിക്സ്ഡ് ആയിരിക്കണം നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന്റെ. കാരണം നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആണ് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് പ്രോപ്പർലി ആണ് കമ്പനിയുടെ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് എന്ന് നോക്കുക. സോ ഇൻ കേസ് അങ്ങനെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന് നമ്മൾ പെർഫോമൻസ് ബേസ്ഡ് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? അവർ ഈ പെർഫോമൻസ് ബേസ്ഡ് പേയ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. സോ അവർ അവരുടെ ഡ്യൂട്ടീസ് പ്രോപ്പർലി ക്യാരി ഔട്ട് ചെയ്യൂല. അതായിരിക്കും നമുക്ക് പറയാൻ പറ്റുന്ന ഇഷ്യൂ. ക്ലിയർ ആയോ? ഓക്കെ, കാരണം അവരുടെ ഇൻഡിപെൻഡൻസ് എന്താവും? ലോസ്റ്റ് ആവും. നമ്മൾ എന്ത് പറയാം? നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ ആർ ഫിക്സ്ഡ് ബൈ ദ ബോർഡ് വിച്ച് ഇസ് ബേസ്ഡ് ഓൺ പ്രീ ടാക്സ് പ്രോഫിറ്റ് ടാർഗറ്റ്സ്. Therefore, there can be chances that the independence of the non-executive directors will be affected if the fees is based on performance, and there can be chances that they might not challenge the executive directors in taking any decisions which might affect the company's pre-tax profits. ഇനി അവിടെ കൊടുക്കാൻ വരുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കും? സിമ്പിൾ റെക്കമെൻഡേഷൻ നമുക്ക് പറയാൻ പറ്റുന്ന എന്തായിരിക്കും? Fixed. The non-executive directors payment should be a fixed amount and it should not be linked to the performance, and the non-executive directors remuneration should be approved by the shareholders. Clear ayo? Yes. Okay. അപ്പം പെർഫോമൻസിന്റെ ബേസിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന് മാത്രമേ പെർഫോമൻസിന്റെ ബേസിസ് പേ ചെയ്യാൻ പാടുള്ളൂ. അതും കമ്പനിയുടെ ലോങ് ടേം സക്സസ് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പേയ്മെന്റ്സ് മാത്രം. ഓക്കെ, NED-യുടേത് ഫിക്സ്ഡ് എമൗണ്ട് ആയിരിക്കണം. ഓക്കെ. ഓക്കെ, പിന്നെ വേറെന്താ ഇഷ്യൂ ഉള്ളത്? ഈസി പോയിന്റ്സ് ഉണ്ടല്ലോ. ഓഡിറ്റ് കമ്മിറ്റി ഇല്ല. കമ്പനിക്ക് ഓഡിറ്റ് കമ്മിറ്റി ഇല്ല എന്ന് പറഞ്ഞു. ഓഡിറ്റ് കമ്മിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രോബ്ലം എന്തായിരിക്കും? ഓഡിറ്റ് കമ്മിറ്റിയുടെ പർപ്പസ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? അതായത് കമ്പനിയുടെ ഡയറക്ടേഴ്സ് അവരുടെ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് പ്രോപ്പർലി ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടോ, എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ഇൻഡിപെൻഡന്റ് ആണോ എന്നൊക്കെ നോക്കാനാണ് എന്തുള്ളത്? ഓഡിറ്റ് കമ്മിറ്റി ഉള്ളത്. അപ്പോൾ ഓഡിറ്റ് കമ്മിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ സംഭവിക്കുന്നതായിരിക്കും, കമ്പനിയുടെ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓരോന്നും കമ്പനി പ്രോപ്പർലി ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള റിവ്യൂ നടന്നു പോകുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഓഫ് ദി എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാവില്ല? വെരിഫൈ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അവിടെ നമുക്ക് ഈസിലി കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കും? ഓഡിറ്റ് കമ്മിറ്റി ഫോം ചെയ്യും. നമ്മൾ എന്ത് പറയാ? ഡെയിലി കമ്പനി ഷുഡ് കൺസിഡർ മെയിൻറ്റെയിനിങ് ആൻഡ് audit committee as early as possible, and the audit committee should comprise of at least 3 non-executive directors, out of which one should be financial expert and others should be financially literate. Clear ayo? Okay. Anyway, what's the final issue? Easy point. Enda? Exactly. Communication with the board. Communication with the board തന്നെ. അവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? It's not possible. ഷെയർ ഹോൾഡേഴ്സിനെ അവർ ഇൻഫോം ചെയ്തു എന്ന് പറഞ്ഞു. അവർക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കമന്റ്സ് ഉണ്ടെങ്കിൽ അത് ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ സമയത്ത് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അതർ ടൈമിൽ കമ്മ്യൂണിക്കേഷൻ ബോർഡുമായിട്ട് പോസിബിൾ അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ ഇതാണ്ട് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ പോയിന്റ് തന്നെയായിരുന്നു അത്. അതായത് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? There should be dialogue with the shareholders based on mutual understanding of objective. The board as a whole has the responsibility to ensure that satisfactory dialogue with the directors are taken place. നമ്മൾ പഠിച്ചതാണ് ടോട്ടൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഷെയർ ഹോൾഡേഴ്സുമായിട്ട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടന്നു പോകുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? ബോർഡിന്റെ ഡ്യൂട്ടി അവർ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഷെയർ ഹോൾഡേഴ്സിനെ റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? കമ്പനിയുടെ ഓരോ ആക്ടിവിറ്റീസും ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ടാവുക നമ്മുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിസിഷൻ അനുസരിച്ച് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണോ അതിനനുസരിച്ച് ആയിരിക്കില്ല. ദാറ്റ് വിൽ ബി ദി ഇഷ്യൂ ദെയർ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറയാം? ദി ചെയർമാൻ ഹാസ് റീസെന്റ് ഇൻഫോംഡ് ഓൾ ദി ഷെയർ ഹോൾഡേഴ്സ് ദാറ്റ് they will be able to communicate to them only during the annual general meeting, and other than the communication with the board is not possible. This will restrict the shareholders' rights in communicating with the board and understanding the nature of activities carried out by the
directors in the company. This will result in directors running the company's activity which are not in line with the interest of the shareholders. അവിടെ കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കും? നിങ്ങൾ സെയിം കാര്യം തന്നെ പറയാം. The whole board of directors should take up the responsibility of communicating with shareholders and ensuring satisfactory dialogue are shared with the shareholders any time other than the time of annual general meeting. Clear ആയോ? Yes, sir. ഓക്കെ. അപ്പൊ ഇൻ ടോട്ടൽ 4 ഇഷ്യൂസ് ആണ് ഇവിടെ ഉള്ളത്. ഈ 4 ഇഷ്യൂസിൻ്റെ അകത്ത് എത്ര ഇഷ്യൂ എടുക്കണം? 3 ഇഷ്യൂസ്. ആൻഡ് ഇവിടെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നോർമലി എപ്പോഴും കോർപ്പറേറ്റ് ഗവർണൻസ് പ്രിൻസിപ്പിൾസ് നമ്മൾ എന്താണ് പഠിച്ചത് എക്സാക്ട്ലി ആ പ്രിൻസിപ്പിളിന് എഗനിസ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് തന്നെയായിരിക്കും നോർമലി എക്സാമിന് ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ അത് വെച്ച് തന്നെ നിങ്ങൾ ഈസിലി എഴുതി പോയാൽ മതി. ക്ലിയർ ആയോ? ഇതെന്തായാലും വരുമോ? ഇല്ല. കോർപ്പറേറ്റ് ഗവർണൻസും എത്തിക്സും ഒരു 20% ചാൻസ് ഒക്കെ ഉള്ളൂ ചോദിക്കാൻ. ഓക്കെ, നമുക്ക് ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. കോർപ്പറേറ്റ് ഗവർണൻസ് ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഇന്റേണൽ കൺട്രോളിന്റെ ക്വസ്റ്റൻസ് ചോദിക്കുന്നതിന്റെ കൂടുതലായിട്ട് നോർമലി കോർപ്പറേറ്റ് ഗവർണൻസിന്റെ ക്വസ്റ്റൻസ് കാണാറ്. ഇപ്പൊ ഇന്റേണൽ കൺട്രോൾസിന്റെ ക്വസ്റ്റൻ 30 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ കൂടുതൽ ചോദിക്കാം, വെരി റയർലി. ഇനി അതേപോലെ തന്നെ എത്തിക്സ് ആണെങ്കിലും നമുക്ക് ഓഡിറ്റ് റിസ്കിന്റെ ക്വസ്റ്റന്റെ കൂടുതലാണ് വരിക. ഓഡിറ്റ് റിസ്കിന്റെ കൂടുതൽ എത്തിക്സും ചിലപ്പോൾ മാത്രം ചോദിക്കാം. മനസ്സിലായോ? ഒരു ഉറപ്പുമില്ല, ചിലപ്പോൾ മാത്രം ടെസ്റ്റ് ചെയ്യുന്ന ഏരിയ ആണ് കേട്ടോ. Yes. അല്ലെങ്കിൽ തിയറീസ് ആയിരിക്കും ആഡ് ചെയ്ത്. കേട്ടില്ല, ഒന്നുകൂടെ ചോദിക്കോ? സർ, അല്ലെങ്കിൽ തിയറീസ് ആണ് ആഡ് ചെയ്ത് വരുന്നത്. അല്ലെങ്കിൽ തിയറീസ് ആയിരിക്കും വരുന്നുണ്ടാവുക, ഏതെങ്കിലും ഡയറക്റ്റ് തിയറി ആയിരിക്കും വരിക. ഓൾറൈറ്റ്. ഇനി റയറസ്റ്റ് ഓഫ് ദി റയർ കാറ്റഗറി ഒരു ക്വസ്റ്റൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കിറ്റിൻ്റെ അകത്ത് തന്നെ അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒത്തിരി ഇല്ല. ബ്ലാക്ക്ബെറി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ അകത്തു നിന്നാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഏരിയ പഠിച്ചില്ലായിരുന്നോ? സോ ബേസിക്കലി ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്ന സമയത്ത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞിരുന്നു ഓഡിറ്റിൻ്റെ അകത്ത് നമ്മൾ ക്വാളിറ്റി എൻഷുർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫേം ലെവലിലും എൻഗേജ്മെന്റ് പാർട്ണർ ഇൻഡിവിജ്വൽ ലെവലിലും ഒക്കെ ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞ് പഠിച്ചിരുന്നു. ആൻഡ് നമ്മളോട് ക്വാളിറ്റി മാനേജ്മെന്റിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് അത് വളരെ റയറസ്റ്റ് ഓഫ് ദി റയർ ചോദിച്ചേക്കുന്നതാണ്. അതുകൊണ്ടാണ് റിവിഷനിന്റെ അകത്ത് നമുക്ക് അതിനെ ബേസ് ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസ് ഇല്ലാത്തത്. നമ്മളോട് ചോദിച്ചേക്കുന്ന ഇത്രേ ഉള്ളൂ, ഒരു സിനാരിയോ തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ക്വാളിറ്റി മാനേജ്മെന്റ് ഡെഫിഷ്യൻസീസ് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്, അതിന് എന്തൊക്കെയാണ് റെക്കമെൻഡേഷൻസ് കൊടുക്കാൻ പറ്റുന്നതെന്ന്. അപ്പം എക്സാമിനർ നിങ്ങളോട് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ ISAs പഠിച്ചില്ലേ, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഓഡിറ്റിംഗ്, അത് മൊത്തം ആലോചിച്ച് നോക്കുക. നമ്മൾ പഠിച്ച ISA, നമ്മൾ ഓഡിറ്റിൻ്റെ അകത്ത് പഠിച്ച എല്ലാ കോൺസെപ്റ്റും ആലോചിക്കുക. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും കോൺസെപ്റ്റിന് എഗനിസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഇവിടെ ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതാണ് ക്വാളിറ്റി മാനേജ്മെന്റ് ഇഷ്യൂ. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്യൂ ആയിട്ട് തോന്നിയത് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ ബുക്സിൽ പഠിച്ച പ്രകാരം അതെങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത് അത് റെക്കമെൻഡേഷൻ ആയിട്ട് കൊടുക്കുക. അപ്പം ACC ബുക്സിൻ്റെ അകത്ത്, അതായത് AA ബുക്കിൻ്റെ അകത്ത് നമ്മൾ പഠിച്ച എല്ലാ ഓഡിറ്റിങ്ങിൻ്റെ ഏരിയക്കകത്തും എഗനിസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഇവിടെ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ പറഞ്ഞേക്കുന്നതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അതെന്താ ഇഷ്യൂ എന്നുള്ളത് പറയാം. അതിനുശേഷം അതെങ്ങനെ ഓവർകം ചെയ്യേണ്ടതെന്നുള്ള റെക്കമെൻഡേഷൻ കൊടുക്കുക. അപ്പം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി ഈ സിനാരിയോ. എന്നിട്ട് ഇവിടെ ക്വാളിറ്റി അഫക്റ്റഡ് ആവുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സിറ്റുവേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നോക്ക്. സോ പ്ലീസ് ഗോ ത്രൂ ദ സിനാരിയോ. സിനാരിയോ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് നൗ 1st December 2015 and the final audit has commenced. Audit manager assigned to the audit has been taken ill and you have been informed that you will have to take up the role of the audit manager as well as the audit senior. There is no one available to review your work until the day before the audit report is due to be signed. Due to the reduction in the resources assigned to the audit engagement partner has instructed you to reduce the number of procedures performed and reduce sample size to ensure audit is completed by the deadline and originally agreed with the BlackBerry company. Easy case അല്ലേ? എന്തൊക്കെ ഇഷ്യൂസ് എവിടെ ഉള്ളത്? ഞാൻ പറഞ്ഞു ഇവിടെ മാർഗമായിട്ട് സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ടൊന്നുമല്ല, ലോജിക്കലി മാത്രമാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് ക്വാളിറ്റി അഫക്റ്റഡ് ആയി എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണോ അത് ഏതൊക്കെയാണെന്നുള്ളത് ലോജിക്കലി പറയാം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്? പ്രൊസീജിയേഴ്സ് കുറച്ചത്. ഓക്കെ, അവർ പ്രൊസീജിയേഴ്സ് കുറയ്ക്കാൻ പറഞ്ഞു. എന്തെങ്കിലും റീസണബിൾ അസംഷന്റെ ബേസിസിലോ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഓഡിറ്റ് പ്ലാനിന്റെ ബേസിസിലോ വല്ലതാണ് പ്രൊസീജിയേഴ്സ് കുറയ്ക്കാൻ പറഞ്ഞത്? അല്ല, അവർ ചുമ്മാ എന്ത് പറയാണ്, റിസോഴ്സ് അവൈലബിലിറ്റി കുറവാ, അതുകൊണ്ട് പ്ലാൻ ചെയ്ത പോലെ ഒന്നും പ്രൊസീജിയർ ചെയ്യേണ്ട, കുറച്ച് സാമ്പിൾസ് മാത്രം ചൂസ് ചെയ്താൽ മതി, കുറച്ച് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്താൽ മതി, എങ്കിലേ ഡെഡ് ലൈനിന് തീരുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അൺഡിറ്റക്റ്റഡ് ആയിട്ടുള്ള മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. നമ്മൾ കൊടുക്കുന്ന കൺക്ലൂഷൻ കറക്റ്റ് ആയിരിക്കുമോ? അല്ല.
നമ്മൾ സഫീഷ്യന്റ് Auditor അപ്രോപ്രിയേറ്റ് opinion. എവിഡൻസ് ഒബ്റ്റൈൻ ചെയ്തിട്ടുണ്ടാവോ? ഇല്ല. ഇല്ല, അത്രേ ഉള്ളൂ പ്രശ്നം. അതാണ് നിങ്ങൾ പറയേണ്ടത്. ഇപ്പൊ നിങ്ങൾ എന്ത് പറയാ? The audit engagement partner has instructed to reduce planned audit procedures and reduce the sample size. അത് ഐഡന്റിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞു. ഇനി നമ്മൾ പറയാം, the sample size and the procedures need to be performed by the auditor should be performed as per audit plan and on the basis of the planned risk assessment. If not, auditor will not be able to obtain sufficient appropriate audit evidence and auditor might form an inappropriate opinion on the financial statements. Clear ആയോ? ഓക്കെ. ഇനി അതിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കും? അതിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കും? പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മളെന്ത് പറയാം? The auditor should perform planned audit procedures in accordance with the risk assessment, and in case if the auditor will not be able to complete the planned procedures on the given deadline, അവിടെ നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുന്നത്? Sufficient Auditor time should request. request the management to extend the deadline. Agreed. Clear ആയോ? അതായത് മാനേജ്മെന്റുമായിട്ട് റിക്വസ്റ്റ് ചെയ്ത് ഡെഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാനാണ് പറയേണ്ടത്, പ്രൊസീജിയേഴ്സ് കുറയ്ക്കുകയല്ല ചെയ്യേണ്ടത്. മനസ്സിലായോ? ക്ലിയർ ആയോ മക്കളെ? ഓക്കെ. അപ്പൊ അവിടെ എന്താ പറയേണ്ടത്? എങ്ങനെ വേണം പറഞ്ഞു നോക്കാൻ? ഒന്നുകൂടെ പറഞ്ഞ് എങ്ങനെ പറഞ്ഞു നോക്കേണ്ടത് റെക്കമെൻഡേഷൻ? നമ്മൾ പറയാം, the auditor should perform the procedures and select the samples as per the audit plan and risk assessment, and in case if the auditor is not able to complete the audit within the deadline, then request should be raised to the management to extend the original deadline. Clear ആയോ? Yes. രണ്ടാമത് അടുത്ത ഇഷ്യൂ എന്താ? വർക്ക് സൈൻ ചെയ്യുന്നതിന് മുമ്പ് റിവ്യൂ ചെയ്യുന്നില്ല. ഓക്കെ. വർക്ക് സൈൻ ചെയ്യുന്നതിന് മുന്നേ റിവ്യൂ ചെയ്യുന്നില്ല. അവർ പറഞ്ഞേക്കുന്നത് എന്താ? വർക്ക് റിവ്യൂ ചെയ്യാൻ പറ്റൂല, കാരണം അവർക്ക് എന്തില്ല എന്ന് പറഞ്ഞേക്കുന്നത്? ടൈം ഇല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇസ് ദാറ്റ് ഫൈൻ? അങ്ങനെ ചെയ്യുന്ന ഓക്കെ ആണോ? ഇല്ല, ഓഡിറ്ററിന്റെ കൺക്ലൂഷൻ. അതായത് നമ്മൾ അവിടെയും ഉണ്ടാകുന്ന പ്രശ്നം തന്നെ എന്തായിരിക്കും? വർക്ക് ഓഡിറ്ററായി നമ്മൾ പെർഫോം ചെയ്തത് ആരേലും സീനിയർ റിവ്യൂ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ വർക്കിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഒബ്റ്റൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലോ അത് ട്രേസ് ചെയ്യാനായിട്ട് പറ്റൂല. സോ ഓട്ടോമാറ്റിക്കലി അവിടെയും ഓഡിറ്റർ ഫോം ചെയ്യുന്ന കൺക്ലൂഷൻ എന്തായിരിക്കും? തെറ്റായിരിക്കും. സോ ഇവിടെ എപ്പോഴും ഇമ്പാക്ട് വരുന്നത് തന്നെയായിരിക്കും. കൺക്ലൂഷൻ തെറ്റാനുള്ള ചാൻസ് ആയിരിക്കും ഉണ്ടാവില്ല. ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ കൊടുക്കും എന്നുള്ളതായിരിക്കും കേസ്. അപ്പോൾ അത് തന്നെ നിങ്ങൾ പറയാ the audit the audit seniors work will not be reviewed by anyone before signing the auditor's report as they lack resources. However, if the work is not reviewed, any errors or insufficient audit evidence obtained by the auditor will not be identified and corrected on timely basis. This will result in forming an inappropriate opinion on the financial statements. Clear ആയോ? ക്ലിയർ ആയോ? ഓക്കെ. ആൻഡ് അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒറ്റ റെക്കമെൻഡേഷൻ ഉള്ളൂ. എന്തായിരിക്കും? വർക്ക് ഇവിടെ റിവ്യൂ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് എന്തായിരിക്കും? റിവ്യൂ ചെയ്യാൻ പറയാ, അത് മാത്രമേ ഉള്ളൂ. ദ വർക്ക് ഓഫ് ദി ഓഡിറ്റ് സീനിയർ ഷുഡ് ബി റിവ്യൂഡ് ഓൺ ടൈംലി ബേസിസ് ബൈ എ സീനിയർ ഒഫീഷ്യൽ ആൻഡ് ദ ഓഡിറ്റ് റിപ്പോർട്ട് ഷുഡ് ബി സൈൻഡ് ഓൺലി ആഫ്റ്റർ ദ റിവ്യൂ ഇസ് കംപ്ലീറ്റഡ്. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഓഡിറ്റ് സീനിയറും സെയിം ആളാണ്. ഓക്കെ. ഓഡിറ്റ് മാനേജറും സീനിയറും സെയിം ആളാണ്. ഓഡിറ്റ് മാനേജർ സീനിയറിന്റെ റോൾ ഇവിടെ എടുക്കുവാണോ ചെയ്തേക്കുന്നത്? അല്ല, ഓഡിറ്റ് സീനിയർ ഓഡിറ്റ് മാനേജറിന്റെ റോൾ. നേരെ തിരിച്ചായിരുന്നെങ്കിൽ നമുക്ക് പിന്നെയും പ്രശ്നമില്ല എന്ന് പറയായിരുന്നു. കാരണം എന്താ? അവിടെ ടൈം അവൈലബിലിറ്റി ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രോബ്ലം നമ്മൾ പറഞ്ഞാൽ മതിയായിരുന്നു. ഇവിടെ ടൈം അവൈലബിലിറ്റി ഉണ്ടാവില്ല രണ്ട് റോളും ചെയ്യാൻ എന്നുള്ളത് മാത്രമാണ് പ്രോബ്ലം? അല്ല. ഇവിടുത്തെ പ്രോബ്ലം അതിനും ഭയങ്കര വലുതാണ്. ഇവിടുത്തെ പ്രശ്നം എന്താ? ശരിക്കും ഓഡിറ്റ് സീനിയറിനോടാണ് ഓഡിറ്റ് മാനേജറുടെ റോൾ ചെയ്യാൻ പറയുന്നത്. സോ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മെയിൻലി എക്സാക്ട്ലി. നമുക്ക് എന്താ പറയാൻ പറ്റുക? ഓഡിറ്റ് സീനിയർ ഓഡിറ്റ് മാനേജറിന്റെ റോൾ ടേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് അവർക്ക് ആ റെസ്പോൺസിബിലിറ്റി ക്യാരി ഔട്ട് ചെയ്യാനായിട്ടുള്ള കോമ്പീറ്റൻസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ കോമ്പീറ്റൻസ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് എക്സ്പീരിയൻസ് ആൻഡ് നോളജ് ഉണ്ടാവില്ല. ഇൻ അഡീഷൻ ടു ദാറ്റ്, ഓഡിറ്റ് മാനേജറുടെ വർക്ക് ടേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അവർക്ക് എന്ത് വേണം? അഡീഷണൽ ടൈം പീരീഡും വേണം.
അപ്പോൾ അതില്ലാണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്രോപ്പർ എവിഡൻസുകൾ ഒബ്റ്റൈൻ ചെയ്തിട്ടുണ്ടാവില്ല. ക്ലിയർ ആയോ? മനസ്സിലായോ പറയേണ്ടത് എന്താന്ന്? Okay, sir. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് പറയാ? നിങ്ങൾ ഈ സെയിം കാര്യം പറയാം. ദ ഓഡിറ്റ് senior were asked to take up the role of the audit manager as well. However, the audit senior will not be having adequate experience, knowledge, and competence to perform the work of a audit manager, and this will result in obtaining inappropriate audit evidence. In addition to that, they will not be having sufficient time to take up both the roles together, which will result in എന്തായിരിക്കും ഉണ്ടാവുക? മിസ്റ്റേക്സ് ഇൻ ദ വർക്ക് അണ്ടർടേക്കൺ. ആൻഡ് അവിടെ കൊടുക്കാൻ വരുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കണം? വേറെ audit management assign ചെയ്യണം. നമ്മൾ എന്താ പറയാ? ഓഡിറ്റ് സീനിയർ ഷുഡ് നോട്ട് ബി അലൗഡ് ടു പെർഫോം ബോത്ത് ദ റോൾസ് ടുഗെദർ. ഇൻസ്റ്റെഡ് എ ന്യൂ എക്സ്പീരിയൻസ്ഡ് ഓഡിറ്റ് മാനേജർ ഷുഡ് ബി അസൈൻ ടു ദ ഓഡിറ്റിംഗ് ആൻഡ് ദേ ഷുഡ് ക്യാരി ഔട്ട് ദ ഓഡിറ്റ് ആൻഡ് കംപ്ലീറ്റ് ഇറ്റ് വിത്തിൻ ദ എക്സ്പെക്ടഡ് ടൈം ലൈൻ. ക്ലിയർ ആയോ? Okay, sir. ഓക്കെ. അപ്പോൾ ഇത്രയായിരിക്കും ഇവിടെ ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും സ്പെസിഫിക് സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്? അല്ല. ഇവിടെ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള ക്വാളിറ്റി കൺട്രോള്, നമ്മൾ അതേപോലെ തന്നെ പഠിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഓഡിറ്റിംഗ്, അതിൻ്റെ എല്ലാത്തിനെയും കൂടെ ബേസിസിലാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പില്ല. ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനായിട്ടില്ല. മെയിൻലി ഒരു ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ ഏരിയ വരുന്നുണ്ടാവുക. അപ്പോൾ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഏരിയ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്വാളിറ്റി കുറയും എന്ന് തോന്നുന്നത് ഏതാ കേസിലാണോ അത് ഏതാണെന്നുള്ള പറയാം. അതെങ്ങനെ ജസ്റ്റ് ഓവർകം ചെയ്യാൻ പറ്റുന്നതെന്നുള്ള റെക്കമെൻഡേഷൻ ആയിട്ട് കൊടുക്കുക. സോ ദിസ് ഈസ് ഹൗ യു നീഡ് ടു ഡു ക്വസ്റ്റ്യൻസ് ഇൻ റിലേഷൻ ടു ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ക്ലിയർ ആയോ? Okay. Okay. And very finally, our area is area of reporting. റിപ്പോർട്ടിങ്ങിൻ്റെ ഏരിയ എല്ലാവരും പഠിച്ചതല്ലായിരുന്നോ? ഓക്കെ. റിപ്പോർട്ടിങ്ങിൻ്റെ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ആദ്യം പഠിച്ചത് ടൈപ്സ് ഓഫ് ഒപ്പീനിയനെ കുറിച്ചിട്ടായിരുന്നു. നമ്മളവിടെ പറഞ്ഞു ബേസിക്കലി 2 കാറ്റഗറി ഓഫ് ഒപ്പീനിയൻ ആയിരിക്കും ഉണ്ടാവുക. ഏതൊക്കെയായിരുന്നു? ഒന്ന് മോഡിഫൈഡ് ഒപ്പീനിയൻ ഉണ്ടാവും, അതേപോലെ തന്നെ രണ്ടാമത് എന്തുണ്ടാവും? അൺമോഡിഫൈഡ് ഒപ്പീനിയൻ ഉണ്ടാവും. അൺമോഡിഫൈഡ് ഒപ്പീനിയനെ നമ്മൾ വീണ്ടും ഫേർദർ ഒന്നുകൂടെ ക്ലാസിഫൈ ചെയ്യും, അൺക്വാളിഫൈഡ്. ദെൻ മോഡിഫൈഡ് ഒപ്പീനിയൻ നമ്മൾ മെയിൻലി 3 ആയിട്ടായിരുന്നു സ്പ്ലിറ്റ് ചെയ്യുന്നത്. നമ്മളവിടെ ക്വാളിഫൈഡ് ഒപ്പീനിയൻ പഠിച്ചു, അഡ്വേഴ്സ് ഒപ്പീനിയൻ പഠിച്ചു, ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ പഠിച്ചു. സോ ബേസിക്കലി എന്തായിരുന്നു അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഡു യു മീൻ ബൈ അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷോസ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ. ക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ട്രൂ ആൻഡ് ഫെയർ ആണ്, ബട്ട് സബ്ജക്ട് ടു സം റിസർവേഷൻസ്. അഡ്വേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? FS is not true and fair. Disclaimer of opinion എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്തായിരുന്നു? We are not able to express an opinion due to the lack of audit evidence. ഇനി നമ്മൾ പറഞ്ഞു ഒരു മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഉണ്ടായി കഴിഞ്ഞാലോ നമ്മൾ ആദ്യം നോക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ആ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് എമൗണ്ട് മെറ്റീരിയൽ ആണോ എന്ന് നോക്കണം, അതേപോലെ തന്നെ പെർവേസീവ് ആണോ എന്ന് നോക്കുന്നുണ്ടാവണം. മെറ്റീരിയൽ അല്ലെങ്കിൽ പെർവേസീവ് ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ പഠിച്ചിരുന്നു. മെറ്റീരിയാലിറ്റി കൺസിഡർ ചെയ്യാനായിട്ട് നമുക്കൊന്നെങ്കിൽ വാല്യൂവിൻ്റെ ബേസിസിൽ നോക്കാം, അല്ലെങ്കിൽ നേച്ചറിൻ്റെ ബേസിസിൽ നോക്കാം. നേച്ചറിൻ്റെ ബേസിസ് നമ്മൾ പറഞ്ഞു മെയിൻലി റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഗോയിങ് കൺസേൺ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും മെറ്റീരിയൽ ആയിരിക്കും. വാല്യൂവിൻ്റെ ബേസിസിൽ നമ്മൾ പറഞ്ഞു ഏതൊക്കെ ബേസിസിൽ നമുക്ക് എടുക്കാൻ പറ്റുക? പ്രോഫിറ്റ് എടുക്കാം, റവന്യൂ എടുക്കാം, ഗ്രോസ് പ്രോഫിറ്റ് എടുക്കാം, പിന്നെ ഏതൊക്കെയാണ് ഉണ്ടായിരുന്നത്? ടോട്ടൽ അസറ്റ് എടുക്കാം, നെറ്റ് അസറ്റ്സ് എടുക്കാം. പ്രോഫിറ്റിന്റെ എത്ര പെർസെൻറ്റേജ് ആയിരുന്നു നമ്മൾ മെറ്റീരിയൽ ആയിട്ട് കൺസിഡർ ചെയ്യാം? 5%. റവന്യൂന്റെ 0.5%. ഗ്രോസ് പ്രോഫിറ്റിന്റെ 0.5%. ടോട്ടൽ അസറ്റിന്റെ 1%. നെറ്റ് അസറ്റ്സിന്റെ 2%. ഇതിന്റെ മേലെ വരികയാണെങ്കിൽ നമുക്ക് മെറ്റീരിയൽ ആയിട്ട് എടുക്കാം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പെർവേസീവ്നെസ് പഠിക്കുന്ന സമയത്ത് സ്റ്റാൻഡേർഡ്സ് പ്രകാരം നമ്മൾ കുറച്ച് ക്രൈറ്റീരിയാസ് പഠിച്ചു. അവിടെ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എടുക്കുന്ന സമയത്ത് ഒരു മിസ്റ്റേക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ മേജർ പോർഷൻ അഫക്റ്റ് ചെയ്യാണ്, ഒരു സിംഗിൾ ഏരിയയിൽ സബ്സ്റ്റാൻഷ്യൽ പോർഷൻ അഫക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പെർവേസീവ് ആയിരിക്കും. 2 നമ്മൾ പറഞ്ഞു ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ മൾട്ടിപ്പിൾ എലമെന്റ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണെങ്കിൽ അതും എന്തായിരിക്കും? പെർവേസീവ് ആയിരിക്കും. 3 നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ യൂസേഴ്സിന് ഫണ്ടമെന്റൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് വേണ്ട ഡിസ്ക്ലോഷേഴ്സ് ഏതെങ്കിലും ഒമിറ്റഡ് അല്ലെങ്കിൽ മിസ്റ്റേറ്റഡ് ആണെങ്കിൽ അതും പെർവേസീവ് ആയിരിക്കും. അപ്പോൾ FSന്റെ മൾട്ടിപ്പിൾ എലമെന്റ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണെങ്കിൽ അത് പെർവേസീവ് ആയിരിക്കും.
FS ഒരു സിംഗിൾ ഏരിയനെ അഫക്ട് ചെയ്തേക്കുന്നത്, പക്ഷേ അതിന്റെ മേജർ പോർഷൻ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെർവേസീവ് ആയിരിക്കും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് യൂസേഴ്സിന് ഫണ്ടമെന്റൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി വേണ്ട ഏതെങ്കിലും ഡിസ്ക്ലോഷേഴ്സ് ഒമിറ്റഡ് അല്ലെങ്കിൽ മിസ്റ്റേറ്റഡ് ആണെങ്കിൽ അതും പെർവേസീവ് ആയിരിക്കും. പക്ഷേ എക്സാം അപ്രോച്ചിൽ നമ്മൾ പെർവേസീവ്നെസ് അങ്ങനെയായിരുന്നു നോക്കുക? അല്ല. പകരം നമ്മൾ എങ്ങനെയായിരുന്നു നോക്കുന്നത്? ആദ്യം നമ്മൾ നോക്കണം നമ്മുടെ കമ്പനി പ്രോഫിറ്റിലാണോ എന്നുള്ള കാര്യം. ആൻഡ് പ്രോഫിറ്റിക്ക് നിൽക്കുന്ന കമ്പനി മിസ്റ്റേക്ക് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ലോസിലേക്ക് പോവോ, അല്ലെങ്കിൽ ഓൾറെഡി ലോസിൽ നിൽക്കുന്ന കമ്പനി മിസ്റ്റേക്ക് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം പ്രോഫിറ്റിലേക്ക് വരികയോ ചെയ്യുകയാണെങ്കിൽ എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും എന്ന് പറഞ്ഞു? പെർവേസീവ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇങ്ങനെയായിരിക്കണം പെർവേസീവ്നെസ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഓൾറെഡി പ്രോഫിറ്റ് നിൽക്കുന്ന ഒരു കമ്പനി മിസ്റ്റേക്ക് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ലോസിലേക്ക് പോവോ, അല്ലെങ്കിൽ ഓൾറെഡി ലോസ് നിൽക്കുന്ന കമ്പനി മിസ്റ്റേക്ക് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം പ്രോഫിറ്റിലേക്ക് വരികയോ ചെയ്യുമെന്ന് നോക്കുക. അപ്പം ഇത് പ്രോഫിറ്റ് ടു ലോസ് അല്ലെങ്കിൽ ലോസ് ടു പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ ആ എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും എന്ന് പറഞ്ഞത്? പെർവേസീവ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ റെഡ് കളറിൽ ഞാൻ എഴുതി പോകുന്ന മിസ്സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ഏറ്റവും സമയം എടുത്ത് പഠിച്ചൊരു സാധനമായിരുന്നു ഇത്. അതുപോലെ തന്നെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്താണ്. ഒരു മിസ്സ്റ്റേറ്റ്മെന്റിന്റെ എമൗണ്ട് ഇറ്റ് ഈസ് നോട്ട് മെറ്റീരിയൽ ആൻഡ് നോട്ട് പെർവേസീവ്. എന്ത് ഒപ്പീനിയൻ കൊടുക്കണം എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്? അൺക്വാളിഫൈഡ്. മിസ്സ്റ്റേറ്റ്മെന്റിന്റെ എമൗണ്ട് ആണ് ഇറ്റ് ഈസ് ബോത്ത് മെറ്റീരിയൽ ആൻഡ് പെർവേസീവ്. എന്ത് ഒപ്പീനിയൻ കൊടുക്കണം? മിസ്സ്റ്റേറ്റ്മെന്റിന്റെ എമൗണ്ട് ആണ് ഇറ്റ് ഈസ് മെറ്റീരിയൽ ബട്ട് നോട്ട് പെർവേസീവ്. എന്ത് ഒപ്പീനിയൻ കൊടുക്കേണ്ടത്? ക്വാളിഫൈഡ് ഒപ്പീനിയൻ. ഓക്കെ. ഇനി ഞാൻ ഈ ബ്ലൂ കളറിൽ എഴുതുന്നത് ഇറ്റ് ഈസ് ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ്. ഓക്കെ. ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഈസ് നോട്ട് മെറ്റീരിയൽ ആൻഡ് നോട്ട് പെർവേസീവ്. എന്ത് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കേണ്ടി വരിക? അൺക്വാളിഫൈഡ്. ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഈസ് മെറ്റീരിയൽ ആൻഡ് പെർവേസീവ്. എന്ത് ഒപ്പീനിയൻ കൊടുക്കണം? ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ കൊടുക്കണം. ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഈസ് മെറ്റീരിയൽ നോട്ട് പെർവേസീവ്. എന്ത് കൊടുക്കുക? ക്വാളിഫൈഡ് കൊടുക്കുക. ഇതിന്റെ ബേസിസിലാണ് ഏത് ഒപ്പീനിയൻ കൊടുക്കണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? അപ്പൊ എന്തൊക്കെയാണെന്ന് ചെയ്യണമെന്ന് പറഞ്ഞ്, ഒരു മിസ്റ്റേക്ക് ഇറ്റ് ഈസ് നോട്ട് മെറ്റീരിയൽ ആൻഡ് നോട്ട് പെർവേസീവ്. എന്ത് ഒപ്പീനിയൻ കൊടുക്കുക? അൺക്വാളിഫൈഡ്. ദെൻ വെൻ ദർ ഇസ് എ മിസ്റ്റേക്ക് വിച്ച് ഇസ് മെറ്റീരിയൽ ആൻഡ് പെർവേസീവ്, അഡ്വേഴ്സ് കൊടുക്കുക. മിസ്റ്റേക്ക് വിച്ച് ഇസ് മെറ്റീരിയൽ നോട്ട് പെർവേസീവ്, ക്വാളിഫൈഡ് കൊടുക്കുക. When there is a lack of audit evidence which is not material and not pervasive, unqualified കൊടുക്കുക. Lack of audit evidence is material and pervasive, disclaimer of opinion കൊടുക്കുക. Lack of audit evidence is material and pervasive ആണ് disclaimer. Material not pervasive ആണെങ്കിൽ qualified. ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? ഓക്കെ. ഇനി ഇതിന് പുറമെ നമ്മൾ കുറെ പാരഗ്രാഫുകളും പഠിച്ചിരുന്നു. ഏതൊക്കെയായിരുന്നു? എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ്, അതർ മാറ്റർ പാരഗ്രാഫ്, പ്രീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ്, MURGC, അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ്. സോ അതിൽ ഫസ്റ്റ് വൺ എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓൾറെഡി FSന്റെ അകത്ത് അപ്രോപ്രിയറ്റ്ലി പ്രസന്റ് ചെയ്യാൻ ഡിസ്ക്ലോസ് ചെയ്യാൻ ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് ഒന്നും കൂടി എംഫസൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പാരഗ്രാഫ് ആയിരുന്നു എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ്. ഓൾറെഡി FSന്റെ അകത്ത് പ്രസന്റ് ചെയ്യാൻ ഡിസ്ക്ലോസ് ചെയ്യാൻ ചെയ്ത കാര്യങ്ങൾക്ക് പുറമെ അഡീഷണലി ഓഡിറ്റർക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ അത് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാരഗ്രാഫ് ആയിരുന്നു അതർ മാറ്റർ പാരഗ്രാഫ്. നമ്മൾ ദോസ് ചാർജ് വിത്ത് ഗവൺസിനോട് എന്തൊക്കെ കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യങ്ങൾക്കകത്തുനിന്നും ചൂസ് ചെയ്ത് യൂസേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാരഗ്രാഫാണ് കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ്. നമ്മൾ ആസ് എൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ ക്ലയന്റിനെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ചെന്നു. നമ്മൾ അതർ ഇൻഫർമേഷൻ നോക്കി, ആനുവൽ റിപ്പോർട്ടിനകത്തുള്ള ഇൻഫർമേഷൻ നോക്കി. FSഉം ആനുവൽ റിപ്പോർട്ടും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതേക്കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാരഗ്രാഫ് ആയിരുന്നു അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ്. ഗോയിങ് കൺസേണുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും അൺസർട്ടനിറ്റി ഉണ്ട്, അത് ഓൾറെഡി FSന്റെ അകത്ത് അപ്രോപ്രിയറ്റ്ലി പ്രസന്റ് ചെയ്യാൻ ഡിസ്ക്ലോസ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് അതേക്കുറിച്ചിട്ട് ഒന്നും കൂടെ എംഫസൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പാരഗ്രാഫ് ആയിരുന്നു മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ പാരഗ്രാഫ്. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ അതിന്റെ ബേസിസിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. സോ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പസഫിക് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ എല്ലാവരും ഒരു കാര്യം ചെയ്തേ, ഈ പസഫിക് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് ഒന്ന് വായിക്കാം. അതിനുശേഷം പ്രൊവിഷൻ ഫോർ ലീഗൽ ക്ലെയിം വായിക്കണം. അതിനുശേഷം നിങ്ങൾ ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വായിക്കണം. ഓക്കെ. അപ്പം വേഗം ഈ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫും പ്രൊവിഷൻ ഫോർ ലീഗൽ ക്ലെയിം ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ. It is 1st July 2015. Pacific Company operates a chain of 14 retail stores across the country, selling its own range of cosmetic products. You are the audit supervisor of Caribbean & Co. and the final audit is due to commence shortly for the year ended 31st May 2015. Draft financial statement shows revenue of 45.2 million, profit before tax of 4.1 million, and the following three matters have been brought to your attention. നമ്മളോട് പറഞ്ഞു 1st July 2015 ആണ്. പസഫിക് കമ്പനിക്ക് 14 റീറ്റെയിൽ സ്റ്റോഴ്സ് ഉണ്ട്.
അവരുടെ തന്നെ കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ആണ് അവിടെ സെല് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മളാണ് ഓഡിറ്റ് സൂപ്പർവൈസർ കാരിബിയൻ ആൻഡ് കമ്പനിയുടെ. ആൻഡ് ഓഡിറ്റ് തുടങ്ങാൻ പോവാണ്. ആൻഡ് കമ്പനിയുടെ റവന്യൂ 45.2 മില്യൺ ആണെന്ന് പറഞ്ഞു. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അതുപോലെ തന്നെ 4.1 മില്യൺ ആണ്. ദെൻ അതിനെ ബേസ് ചെയ്ത് നമ്മളോട് പറയാണ് പ്രൊവിഷൻ ഫോർ ലീഗൽ ക്ലെയിം. In March 2015, number of claims received by the company from the customers who suffered severe allergic reactions after using one of the Pacific Company's products. They alleged that the product ingredients listed on the label were incorrect, and internal investigation has suggested that one batch of product has been incorrectly labeled. Finance Director recognized a provision in draft financial statements of 0.5 million. നമ്മളോട് പറഞ്ഞു മാർച്ച് 2015 കമ്പനിക്ക് എഗൈൻസ്റ്റ് കുറേ ലീഗൽ ക്ലെയിം ഉണ്ട്. അവരുടെ പ്രൊഡക്റ്റ് എന്താ യൂസ് ചെയ്ത ആളുകൾക്ക് അലർജിക് റിയാക്ഷൻ ഉണ്ടായി എന്ന് പറഞ്ഞ് അവർ ലേബൽ ചെയ്തത് മാറിപ്പോയി. അപ്പോൾ അത് കാരണം കൊണ്ട് കമ്പനിക്ക് എന്തായാലും ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഫിനാൻസ് ഡയറക്ടർ പ്രൊവിഷൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. 0.5 മില്യൺ ആണ് പ്രൊവിഷൻ വെച്ചേക്കുന്നത്. ഇനി ഇവിടെ പറഞ്ഞേക്കാൻ നോക്കി, ഡ്യൂറിംഗ് ദ ഓഡിറ്റ് ഓഫ് പസഫിക് കമ്പനീസ് പ്രൊവിഷൻ ഫോർ ലീഗൽ ക്ലെയിം, ഓഡിറ്റ് ടീം gathered ഓഡിറ്റ് എവിഡൻസ് ഷോയിങ് ദാറ്റ് പ്രൊവിഷൻ ഷുഡ് amount to 0.8 million. The finance director has suggested that no adjustment is made in 2015 financial statements, as he believes 0.5 million is reasonable estimate and the difference of 0.3 million is not material. അവർ നമ്മളോട് പറയാണ് ഓഡിറ്റ് ടീം ഇത് ഓഡിറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് മനസ്സിലായത് 0.8 മില്യൺ ആയിരുന്നു ശരിക്കും പ്രൊവിഷൻ വെക്കേണ്ടിയിരുന്നത്. അവർ വെച്ച 0.5 മില്യണേ വെച്ചിട്ടുള്ളൂ. ഡിഫറൻസ് 0.3 മില്യൺ ഉണ്ട്, അത് മെറ്റീരിയൽ അല്ല എന്നാണ് അവർ പറയുന്നത്. ആൻഡ് നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇവിടുത്തെ ഇഷ്യൂ എന്താണ്, വാട്ട് വിൽ ബി ദി ഇമ്പാക്ട് ഓവർ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ തിങ്സ് ആർ വെരി സിമ്പിൾ ഹിയർ. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നിങ്ങൾ നോക്കേണ്ടത് എന്താ, ഇവിടുത്തെ മിസ്സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ളത് നോക്കുക. സോ ഇവിടെ മിസ്സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് തന്നേക്കുന്നത് എത്രയാണ്, 0.8 മില്യൺ ആയിരുന്നു ശരിക്കും പ്രൊവിഷൻ വെക്കേണ്ടിയിരുന്നത്. അവർ പ്രൊവിഷൻ വെച്ചേക്കുന്നത് 0.5 മില്യൺ ആണ്. സോ 0.3 മില്യൺ എന്ന് പറയുന്നതാണ് മിസ്സ്റ്റേറ്റ്മെൻറ്റ്. അവർ പറയുന്നത് ഇമ്മെറ്റീരിയൽ ആണെന്ന്, അതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ടെന്നാണ് അവർ പറയുന്നത്. സോ യു ഗൈസ് പ്ലീസ് ഡു വൺ തിങ്, പ്ലീസ് കാൽക്കുലേറ്റ് ദ മെറ്റീരിയാലിറ്റി. മെറ്റീരിയൽ ആണെന്ന് നോക്കുക, എന്താ ഒപ്പീനിയൻ കൊടുക്കേണ്ടതെന്ന് പറയാം, എന്താ ബേസിസ് ഓഫ് ഒപ്പീനിയൻ കൊടുക്കേണ്ടതെന്ന് കണ്ടുപിടിക്കുക. സോ പ്ലീസ് സ്റ്റാർട്ട് വിത്ത് ദിസ് ക്വസ്റ്റ്യൻ. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും. അപ്പോൾ നമുക്ക് റവന്യൂവിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്, പ്രോഫിറ്റിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മെറ്റീരിയൽ ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആദ്യമേ ചെയ്യണം റവന്യൂവിൻ്റെ ഫിഗർ വെച്ച് നോക്കുക. 0.3 മില്യൺ ഡിവൈഡ് ബൈ 45.2 മില്യൺ ഇൻറ്റു 100. അതേപോലെ തന്നെ പ്രോഫിറ്റിൻ്റെ ബേസിസ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 0.3 ഡിവൈഡ് ബൈ 4.1 ഇൻറ്റു 100 ചെയ്യണം. സോ റവന്യൂവിൻ്റെ എത്ര പെർസെൻറ്റേജാ, 0.3 ഡിവൈഡ് ബൈ 45.2 എത്ര, 0.6 ആണോ? ഓക്കെ, 0.6 മില്യൺ. ഇനി പ്രോഫിറ്റ് എത്ര പെർസെൻറ്റേജാ, 3 ഡിവൈഡ് ബൈ 4.1, 0.3 ഡിവൈഡ് ബൈ 4.1, 7. പറ, 0.3 ഡിവൈഡഡ് ബൈ 4.1. ഓക്കെ, 7.31 അല്ലേ? ഓക്കെ, സോ മെറ്റീരിയൽ ആണോ ഇത്? യെസ്, കാരണം റവന്യൂയുടെ എത്ര പെർസെൻറ്റേജ് മേലെയാണ് മെറ്റീരിയൽ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? 0.5% ഓഫ് റവന്യൂ. ആൻഡ് പ്രോഫിറ്റിന് എത്ര പെർസെൻറ്റേജ് മേലെ വന്നാൽ മതി? 5% മേലെ. It is already 7.31%. So it is material for both revenue and profit. And ഇത് പെർവേസീവ് ആണോ? അല്ല. എങ്ങനെ നമുക്ക് മനസ്സിലായത്? കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4.1 മില്യൺ ആണ്. അതിൽ നിന്ന് 0.3 മില്യൺ കുറച്ച് കഴിഞ്ഞാൽ കമ്പനി ലോസിലേക്ക് പോവോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് മെറ്റീരിയൽ ബട്ട് ഇറ്റ് ഈസ് നോട്ട് പെർവേസീവ്. ക്ലിയർ ആയ കേസ് എല്ലാവർക്കും? ഓക്കെ, സോ ദ മിസ്റ്റേക്ക് ഇസ് മെറ്റീരിയൽ ബട്ട് നോട്ട് പെർവേസീവ്. അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ആദ്യം ഒപ്പീനിയൻ ഏതാ കൊടുക്കണം എന്നുള്ളത് കണ്ടുപിടിക്കണം. സോ വി കൺക്ലൂഡ് ദാറ്റ് ഇറ്റ്സ് എ മിസ്റ്റേക്ക് വിച്ച് ഇസ് മെറ്റീരിയൽ ബട്ട് നോട്ട് പെർവേസീവ്. അപ്പോൾ നമ്മൾ എന്ത് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കേണ്ടി വരുന്നത്? ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുക. ഓക്കെ, ക്വാളിഫൈഡ് എക്സെപ്റ്റ് ഫോർ ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കേണ്ടി വരിക. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇവിടെ നിങ്ങൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒപ്പീനിയൻ കണ്ടുപിടിക്കുന്നതിലല്ല, ആൻസർ പ്രസൻറ്റ് ചെയ്യുന്നതിലാണ്. ആൻസർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു സിനാരിക്ക് അതിലുള്ള ഫാക്ട് എന്താണെന്നുള്ള എഴുതുക, രണ്ടാമത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എഴുതുക, മൂന്നാമതായിട്ട് അവിടുത്തെ മിസ്സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ ആ മിസ്സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് പറയാം, നാലാമതായിട്ട് എന്ത് ചെയ്യണം, അത് മെറ്റീരിയൽ ആണോ എന്നുള്ളത് പറയണം, 5 പെർവേസീവ് ആണോ മിസ്റ്റേക്ക് എന്നുള്ള കാര്യം പറയാം, 6 നമുക്ക് എന്താ ഇവിടെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയാം, ലാസ്റ്റ് എന്തും പറയണമെന്ന് പറഞ്ഞിട്ടുള്ളത്
ബേസിസ് ഓഫ് ഒപ്പീനിയൻ കൊടുക്കാനും പറയണം. ബേസിസ് ഓഫ് ഒപ്പീനിയൻ പാരഗ്രാഫ് കൊടുക്കാനും പറയണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആൻസറിൻ്റെ അകത്ത് കവർ ആവണം. ഇപ്പം നിങ്ങൾ പറയുമ്പോൾ ആൻസർ എങ്ങനെയായിരിക്കും പ്രസൻറ്റ് ചെയ്യേണ്ടത്? നിങ്ങൾ ആൻസർ പ്രസൻറ്റ് ചെയ്യേണ്ട സമയത്ത് ആൻസർ പറയുക പസഫിക് കമ്പനി നിങ്ങൾ ആദ്യം പറയാം, ആദ്യം ഹെഡിങ് കൊടുക്കുക. ഹെഡിങ് കൊടുക്കണം എന്താ? റിപ്പോർട്ടിംഗ് ഹെഡിങ് കൊടുക്കുക ജനറൽ ആയിട്ട്. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ പറയാം ഡ്യൂറിങ് ദി ഇയർ പസഫിക് കമ്പനി ഹാവ് റിസീവ് സിവിയർ customer claims claiming that some of the customers were affected by using company's products, due to which company have recognized a provision of 0.5 million. എന്നിട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്ന് പറയാം ആസ് പെർ IAS 37 പ്രൊവിഷൻ കണ്ടിജന്റ് ലയബിലിറ്റീസ് ആൻഡ് കണ്ടിജന്റ് company should have created provision for probable future cash outflows. During the audit team have figured out that the required provision is 0.8 million. Therefore, the company's provision is understated and profit is overstated. The amount of provision of 0.3 million, which is misstated, represents 0.6% of the revenue and 7.31% of the profit. Therefore, it is material. However, the amount of mistake cannot be treated as pervasive, as the reported profit of 4.1 million is not restated into losses. Therefore, it's a mistake which is material but not pervasive, and the auditor shall express qualified opinion, qualified except for. Following the opinion paragraph, auditor shall also include basis for qualified opinion, which would explain the mistakes and its effects in relation to provision for legal claim, and to give the reasons for providing qualified opinion. ഇത്രയായിരിക്കും നമ്മൾ ആൻസർ ആയിട്ട് പറയേണ്ടി വരിക. അപ്പോൾ അവിടെ നമ്മൾ കൃത്യമായിട്ട് ഫാക്ട് എന്താണെന്നുള്ള പറയണം, നമുക്ക് വേണ്ട റിക്വയർഡ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണോ അതെന്താണെന്നുള്ള പറയുന്നുണ്ടാവണം, അവിടെ ഉണ്ടായിരിക്കുന്ന മിസ്സ്റ്റേറ്റ്മെന്റ് എമൗണ്ട് എത്രയാണ്, മിസ്സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ള പറയാം, മെറ്റീരിയൽ ആണോ എന്നുള്ളത് പറയണം, പെർവേസീവ് ആണോ എന്നുള്ളത് പറയണം, ഒപ്പീനിയൻ എന്താ വേണ്ടെന്നുള്ളത് പറയാം, ബേസിസ് ഫോർ ഒപ്പീനിയനും പറയാം. ഇത്രയും കാര്യങ്ങളായിരിക്കണം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ പ്രോപ്പർലി? ബേസിസ് ഓഫ് ഒപ്പീനിയൻ നമ്മളോട് പറയാം. ബേസിസ് ഓഫ് ഒപ്പീനിയനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട മീനിങ് ഇത്രയേ ഉള്ളൂ. ഒപ്പീനിയൻ പാരഗ്രാഫ് കഴിഞ്ഞ് ഉടനെ തന്നെ ബേസിസ് ഫോർ ഡാഷ് ഒപ്പീനിയൻ, ഏതാണ് ഒപ്പീനിയൻ കൊടുത്ത് അത് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയാം. എന്ത് കാരണം കൊണ്ടാണ് ഒപ്പീനിയൻ കൊടുത്തതെന്ന് പറയാനും എന്തൊക്കെ മിസ്റ്റേക്ക് ആണ് ഡാഷുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളതെന്ന് പറയാനും, അതെന്താണ് മിസ്റ്റേക്ക് അതെന്താണെന്നുള്ള പറയാം. മനസ്സിലായോ? ഓക്കെ, അങ്ങനെ ഒരു പാരഗ്രാഫ് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ആൻസർ എടുത്ത് വായിച്ച് നോക്കിയാൽ മതി. എല്ലാ ആൻസറിൻ്റെ എൻഡിൽ ഉണ്ടാവും. റിപ്പോർട്ടിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ എടുത്ത് വായിച്ച് നോക്കിയാൽ മതി. ആൻഡ് സെയിം അത് തന്നെ എഴുതി വെക്കരുത്, നള്ളിഫൈഡ് ആവും, റിസൾട്ട്സ് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഓൺ വേർഡ്സിൽ തന്നെ എഴുതുക. അപ്പോൾ മീനിങ് വേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒപ്പീനിയൻ പാരഗ്രാഫ് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം? ബേസിസ് ഫോർ ക്വാളിഫൈഡ് ഒപ്പീനിയൻ പാരഗ്രാഫ് ആണ്, ക്വാളിഫൈഡ് അഡ്വേഴ്സ് ആണ്, അഡ്വേഴ്സ് ഒപ്പീനിയൻ പാരഗ്രാഫ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയാം. എന്തൊക്കെയാണ് മിസ്റ്റേക്ക് ഉള്ളത്, അത് എന്ത് ഇമ്പാക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് റിപ്പോർട്ടിങ്ങിൻ്റെ ഏരിയ ഉള്ളത്. യെസ്, ഈ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ വരുമ്പോൾ അതിന്റെ ബേസിക് പാരഗ്രാഫ് നമ്മൾ എങ്ങനെ കൊടുക്കണ്ടേ? ബേസിസ് ഓഫ് ഒപ്പീനിയൻ കൊടുക്കുക. നമ്മൾ പറഞ്ഞില്ലേ, മോഡിഫൈഡ് ഒപ്പീനിയൻ മാത്രമേ ഏതാണ്ട് മോഡിഫിക്കേഷൻ എന്നുള്ള വരുള്ളൂ, അല്ലെങ്കിൽ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ ആണെങ്കിൽ ഒപ്പീനിയനും ബേസിസ് ഓഫ് ഒപ്പീനിയനും മാത്രമേ വരുള്ളൂ. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ഒരു സെന്റൻസ് ആക്കി ഒന്ന് പറഞ്ഞു തരുമോ? ഇപ്പം അങ്ങനെ നമ്മൾ എങ്ങനെ എഴുതണ്ടേ? എന്നാൽ നമ്മൾ സാധാരണ മറ്റേ മോഡിഫൈഡ് ഒപ്പീനിയൻ എഴുതുന്ന പോലെ തന്നെ കൊടുത്താൽ മതിയോ, അതോ എന്തെങ്കിലും എഴുതിയാൽ മതി. ഫോളോയിങ് ദ ഒപ്പീനിയൻ പാരഗ്രാഫ് ഓഡിറ്റർ ഷാൽ ഗിവ് basis of opinion in order to explain the reasons for giving unmodified opinion. Okay, sir. Okay. And normally നമുക്ക് question unmodified വരാറില്ല. Okay. കീവേഡ് മാറ്ററിന്റെ കോണ്ടന്റ് അല്ലേ, അതാണ് നമ്മൾ നാളത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നാളത്തെ തിയറി സെഷനിൽ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എല്ലാവർക്കും? ഫൈൻ. അപ്പോൾ നമ്മൾ ഇന്ന് മെയിൻലി 4 ഏരിയസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളപ്പോൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു? കോർപ്പറേറ്റ് ഗവർണൻസ്, എത്തിക്സ്, അതേപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ പറഞ്ഞു, റിപ്പോർട്ടിംഗ് പറഞ്ഞു. സോ അപ്പോൾ ഈ 4 ഏരിയാസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. ഇതിനകത്ത് നമുക്ക് ചോദിക്കും എന്നുള്ള ഉറപ്പുള്ളത് ഒരേ ഒരെണ്ണം മാത്രമാണ്, ഏതാണ്? റിപ്പോർട്ടിംഗ്. അത് റിപ്പോർട്ടിംഗ് ഓൾറെഡി എഗ്രീഡ് ആണ്. നമുക്ക് മാക്സിമം റിപ്പോർട്ടിംഗ് എത്ര മാർക്കിനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക? 5 മാർക്ക് ക്വസ്റ്റൻ ആയിട്ടായിരിക്കും റിപ്പോർട്ടിങ്ങിനെ ചോദിക്കുന്നുണ്ടാവുക. അത് ഷോർട്ട് ക്വസ്റ്റൻ ആണ്. സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയറിൻ്റെ കൂടെ തന്നെ 5 മാർക്കിന് റിപ്പോർട്ടിംഗ് ക്വസ്റ്റൻ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതെന്താ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഏരിയാസിനെയും ബേസ് ചെയ്ത് ക്വസ്റ്റൻസ് ചോദിക്കാനുള്ള ചാൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. നമുക്കറിയാം നമ്മുടെ ടോട്ടൽ എക്സാമിൻ്റെ സ്പ്ലിറ്റ് വരുന്നത് ഇങ്ങനെയായിരിക്കും. നമുക്ക് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഇന്റേണൽ കൺട്രോൾ ആയിരിക്കും, ഒരു ക്വസ്റ്റ്യൻ ഓഡിറ്റ് റിസ്ക് ആയിരിക്കും, ഒരു ക്വസ്റ്റ്യൻ സബ്സ്റ്റാൻറ്റീവ്സ് പ്ലസ് റിപ്പോർട്ടിംഗ് ആയിരിക്കും. ഇതിന് പുറമെ ഇന്റേണൽ കൺട്രോളിൻ്റെ അകത്തും ഓഡിറ്റ് റിസ്കിൻ്റെ അകത്തും എന്ത് ചെയ്യാം, അഡീഷണൽ ആയിട്ട് ചിലപ്പോൾ മാത്രം ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെയുള്ള കോർപ്പറേറ്റ് ഗവർണൻസും അതുപോലെ തന്നെ എത്തിക്സും.
നോർമലി എത്തിക്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ ആസ് പാർട്ട് ഓഫ് ഓഡിറ്റ് റിസ്ക് തന്നെ ആയിരിക്കും എത്തിക്സ് ചോദിക്കുക. അതേപോലെ തന്നെ ആസ് പാർട്ട് ഓഫ് ഇന്റേണൽ കൺട്രോൾസ് ആയിരിക്കും നമ്മളോട് കോർപ്പറേറ്റ് ഗവർണൻസ് ചോദിക്കുന്നുണ്ടാവുക. ബട്ട് ഞാൻ വീണ്ടും പറയുന്നു, ചോദിക്കും എന്നുള്ള കാര്യം ഉറപ്പാണോ എന്ന് ചോദിച്ചാൽ ഉറപ്പൊന്നുമില്ല. ചിലപ്പോൾ ചോദിക്കാമെന്ന് മാത്രമാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഷുവർ. കമ്പാരിറ്റീവ്ലി ചോദിക്കാനുള്ള ചാൻസ് കുറവാണ് അവിടെ, ബട്ട് ചിലപ്പോൾ ചോദിക്കാം. സോ വി ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത് ഡിസ്കസ് ചെയ്ത് പോയത്. അപ്പം ഇത്രയും ഏരിയാസ് ആണ് നമുക്ക് ഡബിളേക്കകത്ത് കോറായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഹൗവർ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്ത് റിവിഷൻ കിറ്റിൻ്റെ അകത്തുള്ള സാധനം മാത്രം മതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയറിറ്റിക്കലി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യാം. പക്ഷെ അതിനും നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് പഠിച്ചിരുന്നു. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഇന്റൽ കൺട്രോൾ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ 6 സിസ്റ്റംസും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാണ് വളരെ സമയമെടുത്ത്. സബ്സ്റ്റാൻഡീവ്സിന്റെ സമയത്ത് നമ്മൾ എത്ര ദിവസം സ്പെൻഡ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. മേ ബി ഐ ബിലീവ് നിങ്ങൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് സബ്സ്റ്റാൻഡീവ്സ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഓഡിറ്റ് റിസ്ക് ആണെങ്കിലും ഒരു 25 പോയിന്റ്സിന്റെ ബേസിസിലാണ് എഴുതുന്നുണ്ടെങ്കിലും ആ പോയിന്റ്സ് പഠിച്ചുകൊണ്ട് നമുക്ക് കാര്യമൊന്നുമില്ല അൺലെസ് വി പ്രാക്ടീസ് ഇറ്റ് പ്രോപ്പർലി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലാസ്സിൽ വെച്ച് ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ ട്രൈ ടു പ്രാക്ടീസ് ഈച്ച് ക്വസ്റ്റ്യൻസ് ഫോർ എ മിനിമം 3 times. 3 times എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയലുണ്ട്, ഒറ്റ സമയത്ത് സ്ട്രെച്ച് ചെയ്തിരുന്ന് കാണാണ്ട് എഴുതി പഠിക്കുന്നതല്ല 3 times പ്രാക്ടീസ് എന്ന് പറയുന്നത്. ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി ദർ വിൽ ബി മിസ്റ്റേക്സ്. സെയിം ഡേ തന്നെ വീണ്ടും ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒന്നുകൂടി ചെയ്യാം. ആൻഡ് ടേക്ക് എ ബ്രേക്ക് ആൻഡ് ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് വീണ്ടും സെയിം ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റീ അറ്റംപ്റ്റ് ചെയ്യാം. അങ്ങനെ മിനിമം ബിഫോർ യുവർ എക്സാം 3 times എങ്കിലും ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് ഇനി അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് ബാക്കിലേക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. അതേപോലെ തന്നെ റെഗുലർ സ്റ്റുഡൻസ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പഴയ റെക്കോർഡിങ്സ് എടുത്തിട്ട് നോക്കുക. റെക്കോർഡിങ്സിൽ നമ്മൾ ലിമിറ്റോ അല്ലെങ്കിൽ നമ്പേഴ്സോ ഒന്നും വെച്ചിട്ടില്ല. യു ക്യാൻ വാച്ച് ഇറ്റ് ഫോർ n number of times. റെക്കോർഡിങ്സ് നോക്കുക. അതേപോലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക. ക്ലിയർ ആയോ? ഓക്കെ, ഓൾറൈറ്റ്. അപ്പം നാളെ തൊട്ട് വി വിൽ ബി കണ്ടിന്യൂയിങ് അവർ റെഗുലർ സെഷൻസ് ആസ് യൂഷ്വൽ. വി വിൽ ബി ഹാവിംഗ് അഡീഷണൽ തിയറി ഡിസ്കഷൻസ് ആസ് വെൽ ആസ് MCQ പ്രാക്ടീസ് ഫ്രം ദ സ്റ്റഡി ഹബ്. സോ ബാക്കിയുള്ളവർ പഠിക്കുന്ന സമയത്തും സ്റ്റഡി ഹബിനകത്തുള്ള MCQs ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇപ്പം ഓടി നടന്ന് പ്രാക്ടീസ് ചെയ്യണം എന്നില്ല. ഇപ്പം BPP കഴിഞ്ഞ് നേരെ കപ്ലാനിലേക്ക് ഓടണം, അവിടുന്ന് നേരെ സ്റ്റഡി ഹബിലേക്ക് ഓടണം, അങ്ങനെയൊന്നുമില്ല. ടെക്സ്റ്റ് ബുക്ക് BPP ഫുള്ള് നോക്കി തീർത്തു ഇനി നമ്മൾ അതേപോലെ തന്നെ ഓടിപ്പോയി സ്റ്റഡി ഹബിലേക്ക് പോകണം, അങ്ങനെയില്ല. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. നമ്മൾ ഓൾറെഡി ടെക്സ്റ്റ് ബുക്ക് ഫുള്ളി ഡിസ്കസ് ചെയ്താണ് ക്ലാസ്സിൽ. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് സ്റ്റഡി ഹബ് ഡിസ്കസ് ചെയ്താണ്. ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞിരുന്നു, സ്റ്റഡി ഹബ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ സോൾ പർപ്പസ് നമുക്ക് തോന്നരുത് പിന്നീട് ഒരു സാഹചര്യത്തിൽ അയ്യോ എന്തോ ചോദിച്ചു അത് സ്റ്റഡി ഹബിൽ നിന്നാണോ വന്നത് എന്ന് തോന്നരുത്. സോ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് വി ഹാവ് കവേർഡ് എവറിത്തിങ്. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റഡി ഹബ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത് ഫുള്ളി ഫ്രം ഫസ്റ്റ് പേജ് ടു ലാസ്റ്റ് പേജ്. ഹൗവർ ഇൻ കേസ് എങ്ങാനും പുറത്തുനിന്ന് ഏതെങ്കിലും സ്റ്റുഡൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓൾറെഡി നിങ്ങളുടെ ഫാക്കൽറ്റി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് പുറമെ ഓടി സ്റ്റഡി ഹബ് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ BPP കപ്ലാൻ ടെക്സ്റ്റ് ബുക്കും സ്റ്റഡി ഹബിനകത്തുള്ള കോണ്ടന്റ് സെയിം തന്നെയാണ്. ദർ ആർ നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്. അപ്പോൾ അതുകൊണ്ട് അതോർത്ത് ടെൻഷൻ അടിച്ചിട്ട് ആരും സ്റ്റഡി ഹബ് നോക്കിയില്ല എന്നോർത്ത് ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ സ്റ്റഡി ഹബ് ഡിസ്കസ് ചെയ്തിരുന്നു, ടെക്സ്റ്റ് ബുക്കും ഡിസ്കസ് ചെയ്തിരുന്നു. അത് ഞാൻ പറഞ്ഞു, അത് സ്റ്റുഡൻസിൻ്റെ ഓവറോൾ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യമാണ്. കാരണം ഒരു ഏരിയയിലും ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരെങ്കിലും സ്റ്റഡി ഹബ് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബട്ട് ഓൾട്ടർനേറ്റീവ്ലി ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിച്ച് പോയിട്ട് സ്റ്റഡി ഹബ് നോക്കി സമയം കളയേണ്ട. കോണ്ടന്റ് ഈസ് സെയിം. ആരെങ്കിലും സ്റ്റഡി ഹബ് വെച്ചിട്ടാണ് നിങ്ങളുടെ ഫാക്കൽറ്റീസ് നിങ്ങളെ പഠിപ്പിച്ചത് ആൻഡ് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടില്ല, ആ ടെൻഷൻ കാരണം കൊണ്ട് ആരും ടെക്സ്റ്റ് ബുക്ക് നോക്കാൻ പോകണ്ട. സ്റ്റഡി ഹബ് ആൻഡ് ടെക്സ്റ്റ് ബുക്ക് ഈസ് സെയിം. അപ്പോൾ അത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നോക്കിയാൽ മതി. മനസ്സിലായോ? ഓക്കെ. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഫാക്കൽറ്റീസ് ഓൾറെഡി എല്ലാ തിയറി ഏരിയാസും കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കും സ്റ്റഡി ഹബും നോക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ഫാക്കൽറ്റീസ് പഠിപ്പിച്ചിട്ടുണ്ടാവുന്നു തിയറിയും ടെക്സ്റ്റ് ബുക്കും എല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിരിക്കണം. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് ഓർത്ത് കൺസേൺ ആവണ്ട. നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് മേലെ ഫോക്കസ് ചെയ്യുക. തിയറീസ് പ്രോപ്പർലി അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് MCQൻ്റെ പ്രാക്ടീസ് കുറച്ച് ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്താലും ഒരു പ്രശ്നമില്ല. കാരണം നമ്മുടെ AA ആയതുകൊണ്ട് തന്നെ MCQs പെട്ടെന്ന് കവറായി പോകും. പക്ഷേ തിയറി പഠിക്കാൻ നമുക്ക് MCQs ഒന്നും മനസ്സിലാവില്ല. അതുപോലെ തന്നെ നമ്മുടെ MCQസിനകത്ത് മിക്സ് ഓഫ് സിനാരിയോസ് വരും, പല ഡിഫറെൻറ്റ് തിയറീസിൽ നിന്ന് വരും. അപ്പോൾ പ്രിഫറബിളി എല്ലാ തിയററ്റിക്കൽ ഏരിയനെ കുറിച്ച് ഓവറോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ട് MCQs ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മനസ്സിലായോ? അപ്പോൾ ഇന്നുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ പഠിത്തവും പഠിച്ചു തീർക്കാനായിട്ട് നോക്കുക. ഇനി അങ്ങോട്ടുള്ള സമയം എന്നിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് ഏറ്റവും പ്രോപ്പർലി സബ്സ്റ്റാൻറ്റീവ്സ് റിവൈസ് ചെയ്ത് പോവുക. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എടുക്കേണ്ട അപ്രോച്ച് ഇതാണ്. ഡെയിലി മിനിമം എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്, ഒരു ഓഡിറ്റ് റിസ്കിൻ്റെ ക്വസ്റ്റ്യൻ, ഒരു ഇന്റേണൽ കൺട്രോളിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ഫൈനലി സബ്സ്റ്റാൻറ്റീവ്സ് പ്ലസ് റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഇങ്ങനെ ചെയ്ത് പോകാനായിട്ട് നോക്കുക. ഡെയിലി ഓരോ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കാൻ പോവുക. ഒരു കാരണവശാലും AA അത് ചെയ്യാൻ പാടില്ലാത്തൊരു മിസ്റ്റേക്കാണ്. ആദ്യമേ ഫുള്ളി ഇന്റേണൽ കൺട്രോൾ പഠിച്ചു തീർത്തിട്ട് ഓഡിറ്റ് റിസ്കിലേക്ക് പോകാമെന്ന് വെക്കരുത്. വളരെ വേസ്റ്റ് ഓഫ് ടൈം ആണത്. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റേണൽ കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾ ഓഡിറ്റ് റിസ്ക് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഇന്റേണൽ കൺട്രോൾ ഒന്നും ഓർമ്മയുണ്ടാവില്ല. ഇന്റേണൽ കൺട്രോൾ ഓഡിറ്റ് റിസ്ക്കും പഠിച്ചു തീർത്തിട്ട് സബ്സ്റ്റാൻറ്റീവ്സ് പഠിക്കാമെന്ന് വെക്കരുത്, പഠിച്ച് തീരൂല്ല. അതേപോലെ തന്നെ സബ്സ്റ്റാൻറ്റീവ്സ് മീനിങ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. സബ്സ്റ്റാൻറ്റീവ്സും ഡെയിലി റിവൈസ് ചെയ്തിട്ടില്ലേ മറന്നു പോകും.
അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും എല്ലാ ടോപ്പിക്സിൽ നിന്നും ക്വസ്റ്റ്യൻ ചെയ്യണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു ദിവസം മിനിമം ഒരു ഓഡിറ്റ് റിസ്കിന്റെ ക്വസ്റ്റ്യൻ, ഒരു ഇന്റേണൽ കൺട്രോളിന്റെ ക്വസ്റ്റ്യൻ, ഒരു സബ്സ്റ്റാൻറ്റീവിന്റെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ നിങ്ങൾ ഇനീഷ്യലി സ്പ്ലിറ്റ് ചെയ്താലും മതി. ബട്ട് എക്സാമിന് എക്സാക്ട്ലി 1 വീക്ക് മുന്നേ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന സ്ട്രെച്ച് ഈ 3 ക്വസ്റ്റ്യൻസും കൂടെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അതായത് രാവിലെ 10 മണിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പ്രിഫറബിളി നിങ്ങളുടെ ടൈം ഓഫ് എക്സാം ഏതാണോ ആ സമയത്ത് തന്നെ ഇരിക്കുക. 10 മണിക്കാണ് നിങ്ങളുടെ എക്സാം എന്നുണ്ടെങ്കിൽ 10 മണി സമയത്ത് തന്നെ നിങ്ങൾ കയറിയിരിക്കുക. അപ്പോൾ തൊട്ട് കണ്ടിന്യൂസ്ലി ഓഡിറ്റ് റിസ്കിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുക, ബാക്ക് ടു ബാക്ക് അടുത്ത ഇന്റേണൽ കൺട്രോൾ ക്വസ്റ്റ്യൻ ചെയ്യുക, സബ്സ്റ്റാൻറ്റീവ്സ് പ്ലസ് റിപ്പോർട്ടിംഗ് ചെയ്യുക. അപ്പോൾ കണ്ടിന്യൂസ് ഇരുന്ന് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ പ്രഷർ മനസ്സിലാവും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാമിന് കുറച്ചും കൂടി ഈസിലി ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും ആ ഒരു രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരിവൺ? Yes, sir. ഓക്കെ. അപ്പോൾ എല്ലാവരും ഏറ്റവും പ്രോപ്പർലി പഠിക്കുക, ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക. മേക്ക് ഷുർ ദാറ്റ് ഫോർ ദ കമ്മിങ് ഡേയ്സ് ദീസ് ആർ ദ വെരി ക്രൂഷ്യൽ ഡേയ്സ് ഫോർ അവർ പേപ്പർ AA. ഏറ്റവും നല്ല രീതിയിൽ മാക്സിമം നമ്പർ ഓഫ് ടൈംസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഐ റിപ്പീറ്റ്, മാക്സിമം നമ്പർ ഓഫ് ടൈംസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. കാരണം റിപ്പീറ്റേറ്റീവ് പോയിന്റ്സ് ഉണ്ടാവും ഫോർ ഷുവർ. ദെൻ മേക്ക് ഷുർ ദാറ്റ് ഓരോ ആൻസേഴ്സും എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഐ മീൻ ടൈപ്പ് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഒരു കാരണവശാലും AA വായിച്ച് പഠിക്കരുത്. തിയറീസ് ഒന്നും ബൈഹെട്ട് പഠിക്കേണ്ട, മീനിങ് മാത്രം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഓവറായിട്ട് തിയറിയുടെ മേലെ ഡിപ്പെൻഡ് ചെയ്യേണ്ട. കാരണം നമുക്ക് അറൗണ്ട് ഒരു 5 to 6 മാർക്സ് ആണ് തിയറിക്കകത്ത് മെയിൻലി വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓവർ തിയറിയുടെ മേലെ റിലൈ ചെയ്യേണ്ട. നിങ്ങളുടെ ഓൺ വേർഡ്സ് തിയറി എഴുതിയാൽ മതി. മേക്ക് ഷുർ ദാറ്റ് നമ്മുടെ കോർ ഏരിയാസ് ഇന്റേണൽ കൺട്രോൾസ്, ഓഡിറ്റ് റിസ്ക്, സബ്സ്റ്റാൻറ്റീവ്സ്, റിപ്പോർട്ടിംഗ്, ഇതിന്റെ ക്വസ്റ്റ്യൻസ് പ്രോപ്പർലി എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. സോ ഓൾ ദി വെരി ബെസ്റ്റ് എവരിവൺ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ.